ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ.
പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധം, ചതുർദശ അധ്യായം. ചന്ദ്രവംശം വർണ്ണിക്കാൻ ആരംഭിച്ചു. 14-ാം അധ്യായത്തിൽ ചന്ദ്രനിൽ നിന്ന് ബുധനും ബുധന്റെ പുത്രനായി പുരൂരവസ്സും ജനിച്ച കഥ പറഞ്ഞു. ആ പുരൂരവസ് ഉർവശിയുമായി ചേരുന്നതും ആയിട്ട് അതുവരയ്ക്കാണ് പറഞ്ഞത്. ഇനി പുരൂരവസ്സും ഉർവശിയുമായിട്ടുള്ള ആ ദാമ്പത്യത്തിന്റെ അല്ലെങ്കിൽ തുടർന്നുള്ള കഥ, അതാണ് ഈ അധ്യായത്തിലെ അവസാനം വരെ. പുരൂരവസ്സിന്റെ അഥവാ ഐളന്റെ കഥ. ഇളയുടെ പുത്രനായതുകൊണ്ട് പുരൂരവസ്സിനെയാണ് ഐളൻ എന്ന് പറയുന്നത്. ആ ഐളന്റെ ജീവിത കഥയാണ് തുടരുന്നത്. നമ്മൾ 25-ാം ശ്ലോകം വരെ കണ്ടു. 26 മുതൽക്കാണ് കാണേണ്ടത്. നമുക്ക് അധ്യായം മുഴുവൻ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുർദശോऽധ്യായഃ. ഉത ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ ചതുർദശോऽധ്യായഃ. ശ്രീശുക ഉവാച. അഥാദശ്രൂയതാം രാജൻ വംശഃ സോമസ്യ പാവനഃ. യസ്മിൻ ഐളാദയോ ഭൂപാഃ കീർത്യന്തെ പുണ്യകീർത്തയഃ. സഹസ്രശിരസഃ പുംസോ നാഭിഹ്രദസരോരുഹാത്. ജാതസ്യാസീത് സുതോ ധാതുഃ അത്രിഃ പിതൃസമോ ഗുണൈഃ. തസ്യ ദൃഗ്ഭ്യോ അഭവത് പുത്രഃ സോമോ അമൃതമയഃ കില. വിപ്രൗഷദ്യുടുഗണാനാം ബ്രഹ്മണാ കൽപ്പിതഃ പതിഃ. സോ അയജത് രാജസൂയേന വിജിത്യ ഭുവനത്രയം. പത്നീം ബൃഹസ്പതേർദർപ്പാത് താരാം നാമാഹരത് ബലാത്. യഥാ സ ദേവഗുരുണാ യാചിതോ അഭീക്ഷ്ണശോ മതാത്. നാത്യജത് തത്കൃതേ ജജ്ഞേ സുരദാനവ വിഗ്രഹഃ. ശുക്രോ ബൃഹസ്പതേർദ്വേഷാത് അഗ്രഹീത് സാസുരോടുപം. ഹരോ ഗുരുസുതം സ്നേഹാത് സർവഭൂതഗണാവൃതഃ. സർവദേവഗണോപേതോ മഹേന്ദ്രോ ഗുരുമന്വയാത്. സുരാസുരവിനാശോ ഭൂത് സമരസ്താരകാമയഃ. നിവേദിതോ അദാംഗിരസാ സോമം നിർബൽസ്യ വിശ്വകൃത്ത്. താരാം സ്വഭർത്രേ പ്രായച്ഛത് അന്തർവത്നീം അവൈത്പതിഃ. ത്യജാശു ദുഷ്പ്രജ്ഞേ മൽ ക്ഷേത്രാദാഹിതം പരൈഃ. നാഹം ത്വാം ഭസ്മസാത് കുര്യാം സ്ത്രിയം സാന്ധാനികഃ സതി. തത്യാജ വ്രീഡിതാ താരാകുമാരം കനകപ്രഭം. സ്പൃഹാം ആംഗിരസശ്ചക്രേ കുമാരേ സോമയേവ ച. മമായം ന തവേത്യുച്ഛൈസ്തസ്മിൻ വിവദമാനയോഃ. പപ്രച്ഛുർഋഷയോ ദേവാ നൈവോചേ വ്രീഡിതാതു സാ. കുമാരോ മാതരം പ്രാഹ കുപിതോ അളീകലജ്ജയാ. കിം നവോജസ്യസദ്വൃത്തേ ആത്മാവദ്യം വദാശു മേ. ബ്രഹ്മാ താം രഹ ആഹൂയ സമപ്രാക്ഷീ ച സന്ദ്വയൻ. സോമസ്യേത്യാഹ ശനകൈ സോമസ്തം താവദഗ്രഹീത. തസ്യാത്മയോനിഃ അകൃത ബുധ ഇത്യഭിധാം നൃപ. ബുദ്ധ്യാ ഗംഭീരയാ യേന പുത്രേണാപ ഉഡുരാൺമുദം. തതഃ പുരൂരവാ ജജ്ഞേ ഇളായാം യൗദാഹൃതഃ. തസ്യ രൂപഗുണൗദാര്യശീലദ്രവിണവിക്രമാൻ ശ്രുത്വാ ഉർവശീന്ദ്രഭവനേ ഗീയമാനാൻ സുരർഷിണാ. തദന്തികമുപേയായ ദേവീ സ്മരശരാർദിതാ. മിത്രാവരുണയോ ശാപാദാപന്നാ നരലോകതാം. നിശമ്യ പുരുഷശ്രേഷ്ഠം കന്ദർപ്പമിവ രൂപിണം. ധൃതിം വിഷ്ടഭ്യലലനാ ഉപതസ്തേ തദന്തികേ. സതാം വിലോക്യ നൃപതിഃ ഹർഷേണോദ്ഭുല്ലലോചനഃ. ഉവാച ശ്ലക്ഷ്ണയാ വാചാ ദേവീം ഹൃഷ്ടതനൂരുഹഃ.
രാജോവാച സ്വാഗതം തേ വരാരോഹേ ആസ്യതാം കരവാമകിം സംരമസ്വ മയാ സാകം രതിർനൗ ശാശ്വതീ സമാഹ ഉർവശുവാച കസ്യാസ്ത്വയി ന സജ്ജേത മനോ ദൃഷ്ടിശ്ച സുന്ദര യദംഗാന്തരമാസാദ്യ ചവദേഹ രിരംസയാ ഏതൗ ഉരണകൗ രാജന്യാസൗ രക്ഷസ്വമാനത സംരംസ്യേ ഭവതാ സാകം ശ്ലാഘ്യഃ സ്ത്രീണാം വരസ്മൃതഃ ഘൃതം മേ വീരഭക്ഷ്യം സ്യാത് നേക്ഷേ ത്വാന്യത്ര മൈഥുനാത് വിവാസസം തത്തതേതി പ്രതിപേതേ മഹാമനാഃ അഹോ രൂപമഹോ ഭാവോ നരലോകവിമോഹനം കോ ന സേവേതമനുജോ ദേവീം ത്വാം സ്വയമാഗതാം തയാ സ പുരുഷശ്രേഷ്ഠോ രമയന്ത്യാ യദാർഹതഃ രേമേ സുരവിഹാരേഷു കാമം ചൈത്രരഥാദിഷു രമമാണസ്തയാ ദേവ്യാ പത്മകിഞ്ചൽക്കഗന്ധയാ തന്മുഖാമോദമുഷിതോ മുമുദേ അഹർഗണാൻ ബഹൂൻ അപശ്യൻ ഉർവശീം ഇന്ദ്രോ ഗന്ധർവാൻ സമചോദയത് ഉർവശീരഹിതം മഹ്യമാസ്ഥാനം നാതിശോഭത്തെ തൗപേത്യ മഹാരാത്രേ തമസി പ്രത്യുപസ്ഥിതേ ഉർവശ്യാ ഉരണൗ ജഗൃഹു ന്യസ്തൗ രാജനിജായയാം നിശമ്യാക്രന്ദിതം ദേവീ പുത്രയോർ നിയമാനയോഃ ഹതാസ്മ്യഹം കുനാദേന നപുംസാ വീരമാനിനാ യദ്വിസ്രംഭാദഹം നഷ്ടാ ഹൃദാപത്യാ ച ദസ്യുഭിഃ യശ്ചേതേ നിശി സന്ത്രസ്തോ യഥാ നാരീതി വാ പുമാൻ ഇതി വാത്സായകൈർവിദ്ദഃ പ്രതോത്രൈരിവ കുഞ്ചരഃ നിശി നിസ്ത്രിംശമാദായ വിവസ്ത്രോ അഭ്യദ്രവദൃശാ തേ വിസൃജ്യോരണൗ തത്ര വിദ്യോതന്തസ്മ വിദ്യുതഃ ആദായ മേഷൗ ആയാന്തം നഗ്നമൈക്ഷത സാ പതിം ഐളോബി ശയനേ ജായാമപശ്യൻ വിമനാ ഇവ തച്ചിത്തോ വിഹ്വലശോചൻ ബഭ്രാമ ഉന്മത്തവന്മഹീം സതാം വീക്ഷ്യ കുരുക്ഷേത്രേ സരസ്വത്യാം ച തൽസഖീഃ പഞ്ച പ്രഹൃഷ്ടവദനാഃ പ്രാഹ സൂക്തം പുരൂരവാഃ അഹോ ജായേ തിഷ്ഠ തിഷ്ഠ ഘോരേ ന ത്യക്തുമർഹസി മാം ത്വം അദ്യാപി അനിർവൃത്യ വചാംസി കൃണവാവഹൈ സുദേഹോയം പതത്യത്ര ദേവി ദൂരം ഹൃദസ്ത്വയാ ഖാദന്ത്യേന മൃഗാത് ഗൃദ്രാഃ ത്വൽ പ്രസാദസ്യ നാസ്പദം ഉർവശുവാച മാ മൃഗാഃ പുരുഷോऽസി ത്വം മാ സ്മ ത്വാദ്യുഃ മൃഗാ ഇമേ ക്വാപി സഖ്യം ന വൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യദാ സ്ത്രിയോ ഹ്യകരുണാ ക്രൂരാ ദുർമർഷാ പ്രിയസാഹസാഃ ഘ്നന്ത്യൽപാർത്തേ വിവിസ്രബ്ദം പതിം ഭ്രാതരമപ്യുത വിദായാളീക വിസ്രംഭം അജ്ഞേഷു ത്യക്തസൗഹൃദാഃ നവം നവമഭീപ്സന്ധ്യഃ പുംശ്ചല്യഃ സ്വൈരവൃത്തയഃ സംവത്സരാന്തേഹി ഭവാൻ ഏകരാത്രം മയേശ്വര വത്സ്യത്യപത്യാനി ച തേ ഭവിഷ്യന്ത്യപരാണി ഭോഃ അന്തർവത്നീം ഉപാലക്ഷ്യ ദേവീം സപ്രയയൗ പുരം പുനസ്തത്ര ഗതോബ്ദാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യ മുദാ യുക്തഃ സമുവാസ തയാ നിശാം അഥൈനമുർവശീ പ്രാഹ കൃപണം വിരഹാതുരം ഗന്ധർവാൻ ഉപദാവേമാൻ തുഭ്യം ദാസ്യന്തി മാമിതി തസ്യ സംസ്തുവതസ്തുഷ്ടാ അഗ്നിസ്ഥാലീം ദദുർനൃപ ഉർവശീം മന്യമാനസ്താം സോ അബുദ്ധ്യത ചരൻ വനേ സ്ഥാലീമ്യസ്യ വനേ ഗത്വാ ഗൃഹാനാദ്യായതോ നിശി ത്രേതായാം സംപ്രവൃത്തായാം മനസി ത്രയീ അവർത്തത സ്ഥാലീസ്ഥാനം ഗതോ അശ്വത്ഥം ക്ഷമീഗർഭം വിലക്ഷ്യ സഹ തേന ദ്വേ അരണീ കൃത്വാ ഉർവശീ ലോകകാമ്യയാ ഉർവശീം മന്ത്രതോധ്യായൻ അധരാരണിമുത്തരാം ആത്മാനമുഭയോർമധ്യേ യത്തത് പ്രജനനം പ്രഭു തസ്യ നിർമന്ദനാജ്ജാതോ ജാതവേദാ വിഭാവസു ത്രയ്യാ സവിദ്യയാ രാജ്ഞാ പുത്രത്വേ കൽപ്പിതസ്ത്രിവൃത് തേനായജത യജ്ഞേശം ഭഗവന്തമദോക്ഷജം
ഉർവശീലോകമന്വിച്ചൻ സർവദേവമയം ഹരിം ഏകയേവ പുരാവേദഃ പ്രണവഃ സർവവാങ്മയഃ ദേവോ നാരായണോ നാന്യഃ ഏകോ അഗ്നിർവർണ്ണ ഏവ ച പുരൂരവസ ഏവാസീത്രയീ ത്രേതാമുഖേ നൃപ അഗ്നിനാ പ്രജയാ രാജാ ലോകം ഗാന്ധർവമേവാൻ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഐളോപാഖ്യാനേ ചതുർദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. അപ്പോ സോമവംശം അഥവാ ചന്ദ്രവംശം ഉൽപ്പത്തി സാക്ഷാൽ വിരാട് പുരുഷനിൽ നിന്ന് ബ്രഹ്മദേവൻ, ബ്രഹ്മദേവനിൽ നിന്ന് അത്രി, അത്രിയിൽ നിന്ന് അത്രിയുടെ നേത്രങ്ങളിൽ നിന്ന് സോമൻ. ആ സോമൻ പിന്നീട് താരയിൽ ഗർഭം ജനിപ്പിക്കുന്നു. ആ താരയിലുണ്ടായ പുത്രനാണ് സോമപുത്രനായ ബുധൻ. ആ കഥയൊക്കെ രാവിലെ നമ്മൾ കണ്ടു. സോമന് അഥവാ ചന്ദ്രന് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയതോടുകൂടിയിട്ട് അഹങ്കാരിയായി തീർന്ന്, രാജസൂയവും കൂടി ചെയ്തതോടുകൂടി അഹങ്കാരിയായി തീർന്ന് ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യയായ താരയെ സ്വന്തമാക്കി അപഹരിച്ചു വെച്ചു. പിന്നീട് അതിന്റെ പേരിൽ വലിയ യുദ്ധങ്ങൾ വരെ നടന്നു. അവസാനം ബ്രഹ്മദേവൻ ഇടപെട്ട യുദ്ധം നിർത്തിച്ചു. എന്നിട്ട് സോമനോട് താരയെ വിട്ടുകൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ സോമൻ താരയെ ബൃഹസ്പതിക്ക് വിട്ടുകൊടുത്തു. ആ സമയത്ത് ബൃഹസ്പതി ഗർഭിണിയായ താരയോട് പറഞ്ഞു, വല്ലവന്റെയും ഗർഭം ചുമക്കുന്നവളെ അത് ഉപേക്ഷിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ താര ഗർഭം ഉപേക്ഷിച്ചപ്പോൾ അഥവാ പ്രസവിച്ചപ്പോൾ അത് സുന്ദരനായ ഒരു കുമാരനായിരുന്നു. അതിന്റെ പേരിൽ ബൃഹസ്പതിയും സോമനും അവകാശവാദം ഉന്നയിച്ചു. പിന്നെ ആ കുട്ടി ആരുടേതെന്ന് പല രീതിയിലും ചോദിച്ചിട്ടും താര പറഞ്ഞില്ല. ബുധൻ പോലും അമ്മയെ ശാസിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോഴും പറഞ്ഞില്ല. അവസാനം ബ്രഹ്മദേവൻ തന്നെ രഹസ്യമായിട്ട്, നിനക്കിത് മൂലം വേണ്ട എന്താ പറയുക, ചീത്ത പേരൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദോഷമൊന്നും ഉണ്ടാവില്ല, നീ ഉള്ളത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് പറയിപ്പിച്ചു. അപ്പൊ സോമന്റേതാണെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ സോമന് വിട്ടുകൊടുത്തു ബുധനെ. ബുധൻ എന്ന് ബ്രഹ്മദേവൻ തന്നെ ആ കുട്ടിക്ക് പേരും കൊടുത്തു. വളരെ ബുദ്ധിമാനായിരുന്നു. പിന്നീട് ആ ബുധൻ ഇളയിൽ പുരൂരവസ് എന്ന സന്തതിയെ ജനിപ്പിച്ച കാര്യം മുമ്പേ പറഞ്ഞതാണല്ലോ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഇതേ നവമസ്കന്ധത്തിലെ ആദ്യ അധ്യായത്തിൽ ഇളയുടെ കഥ പറഞ്ഞപ്പോൾ അവിടെ ഇള ആണും പെണ്ണുമായി മാറിക്കൊണ്ടിരുന്നതും അവിടെ വനത്തിൽ വെച്ച് ബുധനുമായി കണ്ടുമുട്ടുന്നതും ബുധനിൽ നിന്ന് ഇളഗർഭം ധരിക്കുന്നതും സന്തതി ഉണ്ടാകുന്നതും പുരൂരവസ്. അപ്പോൾ ഇളയുടെ പുത്രൻ ഐളൻ പുരൂരവസ്. ആ പുരൂരവസിൽ നിന്നാണ് ശരിക്കും ചന്ദ്രവംശത്തിന്റെ വർണ്ണന ആരംഭിക്കുന്നത്. ആ പുരൂരവസിന്റെ മാഹാത്മ്യം നാരദ മഹർഷി സ്വർഗത്തിൽ ചെന്ന് പറഞ്ഞ് ഇന്ദ്രനോട് പറയുന്നത് കേട്ട് ഉർവശിക്ക് താല്പര്യമായി. ഉർവശിക്ക് മിത്രാവരുണന്മാരുടെ ശാപം കൊണ്ട് ഭൂമിയിൽ മനുഷ്യസ്ത്രീയായിട്ട് കുറച്ചു കാലം കഴിയേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഉർവശി ഭൂമിയിൽ വന്ന് ഈ പുരൂരവസിനെ തേടി പിടിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു നിന്നു. അപ്പോ രാജാവ് തന്നെ പുരൂരവസ് തന്നെ ഉർവശിയെ കണ്ട്
അല്ലയോ സുന്ദരി, നിനക്ക് സ്വാഗതം, നീ ഇരിക്കൂ, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നീ എന്നോടുകൂടെ രമിച്ചാലും നമുക്ക് ശാശ്വതമായ കാലം രതി ഉണ്ടാകും, സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉർവശി പറഞ്ഞു, നിന്നെ അങ്ങയെപ്പോലൊരു സുന്ദരനായിട്ടുള്ള ഒരാളിൽ ആർക്കാണ്, ഏത് സ്ത്രീക്കാണ് ആഗ്രഹം ജനിക്കാതിരിക്കുക? അങ്ങയുടെ മാറോട് ചേർന്ന് അങ്ങയുടെ ആലിംഗനത്തിൽ ബദ്ധയാവുമ്പോൾ ആരാണ് സന്തോഷിക്കാതിരിക്കുക, രമിക്കാൻ ആഗ്രഹിക്കാതിരിക്കുക? അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ചില വ്യവസ്ഥകളുണ്ട്. എന്റെ 2 വളർത്ത് ആടുകൾ ഉണ്ട്. ഏതൗ ഉരണകൗ ന്യാസൗ. അങ്ങയിൽ ഞാൻ ന്യസിക്കുകയാണ്, അങ്ങയിൽ സമർപ്പിക്കുകയാണ്. രക്ഷസ്വ, അങ്ങ് ഇതിനെ രക്ഷിച്ചാലും. ഭവദാസാകം സംരംസ്യേ, ഞാൻ അങ്ങയോടുകൂടെ രമിച്ചുകൊള്ളാം. അങ്ങ് സ്ത്രീകൾക്കെല്ലാം പ്രിയപ്പെട്ട വരനാകുന്നു, ശ്ലാഘ്യനാകുന്നു എന്ന് എനിക്കറിയാം. ഇനി ഞാൻ നെയ്യ് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. നെയ്യ് അമൃതമാണല്ലോ. ഞാൻ സ്വർഗത്തിൽ അമൃതം മാത്രം ഭക്ഷിക്കുന്നവളായതുകൊണ്ട് ഘൃതം മേ വീരഭക്ഷ്യം സ്യാത് നേക്ഷേത്വ അന്യത്ര മൈഥുനാത് വിവാസസം. അങ്ങയെ ഞാൻ വിവാസസനായിട്ട് മൈഥുനത്തിൽ അല്ലാതെ വേറൊരു കാലത്തും കാണാൻ ഇടയുണ്ടാകരുത് എന്നെല്ലാം പറഞ്ഞപ്പോൾ തത്തദ്ഇതി പ്രതിപേദേ, ശരി, അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വാക്കുകൊടുത്തു, പ്രതിജ്ഞ കൊടുത്തു ഈ മഹാമനസ്വിയായ വീരനായ പുരൂരവസ്. നിന്റെ രൂപം ആശ്ചര്യം തന്നെ, നിന്റെ ഭാവം നരലോകത്തെ മോഹിപ്പിക്കുന്നതാകുന്നു. അങ്ങനെയുള്ള നിന്നെ ഏത് മനുഷ്യനാണ് സ്വയം ഇങ്ങോട്ട് വന്ന് സേവിക്കുമ്പോൾ വേണ്ടാന്ന് പറയുക? അതുകൊണ്ട് ഞാൻ സന്നദ്ധനാണ് നിന്നെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുരുഷശ്രേഷ്ഠനായിട്ടുള്ള പുരൂരവസ് അവളുമായി രമിക്കുകയാണ്. സുരവിഹാരേഷു ചൈത്രരഥാദിഷു കാമം രമേ. ദേവ ഉദ്യാനങ്ങളിൽ, ചൈത്രരഥം മുതലായിട്ടുള്ള ഉദ്യാനങ്ങളിൽ ഇഷ്ടം പോലെ ചെന്ന് രമിച്ചു. രമമാണസ്തയാ ദേവ്യാ പത്മകിഞ്ചൽക്ക ഗന്ധയാ തന്മുഖാമോദമുഷിതോ മുമുദേ അഹർഗണാൻ ബഹൂൻ. അങ്ങനെ അവളുമായിട്ട് രമിക്കുന്നവനായിട്ടുള്ള ആ പുരൂരവസ്, അവളുടെ ശരീരം പത്മകേസരത്തിന്റെ ഗന്ധത്തോടു കൂടിയതായിരുന്നു. അവളുടെ മുഖം, അവളുടെ വായിൽ നിന്ന് വരുന്ന സുഗന്ധം അതുപോലും മോഹിപ്പിക്കുന്നതായിരുന്നു. അത് ആസ്വദിച്ചുകൊണ്ട് അവളുടെ ആലിംഗന ബദ്ധനായി അഹർഗണാൻ ബഹൂൻ മുമുദെ, അനേക ദിവസങ്ങൾ മോദത്തോടെ കഴിച്ചുകൂട്ടി സന്തോഷമായിട്ട് രമിച്ചു എന്ന് പറഞ്ഞു. ഇനി തുടർന്ന് എന്താ പറയുക, ഉർവശിയുടെ ഭാവമാറ്റം. അവൾ ശാപമുക്തയായി സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന്റെ ചില സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണ്, അഥവാ ദേവേന്ദ്രൻ തന്നെ അതിന് ഇടപെടുന്നു. അതാണ് കഥയായിട്ട് ഇനി തുടർന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപശ്യൻ ഉർവശീം ഇന്ദ്രോ ഗന്ധർവാൻ സമചോദയത് ഉർവശീരഹിതം മഹ്യം ആസ്ഥാനം നാതിശോഭതേ. അപശ്യൻ ഉർവശീം ഇന്ദ്രോ ഗന്ധർവാൻ സമചോദയത് ഉർവശീരഹിതം മഹ്യം ആസ്ഥാനം നാതിശോഭതേ. അപശ്യൻ ഉർവശീം ഇന്ദ്രഃ. ഇന്ദ്രഃ ദേവലോകാധിപതിയായ ദേവേന്ദ്രൻ ഉർവശീം അപശ്യൻ, ഉർവശിയെ കാണാതെ, എന്ന് വെച്ചാൽ ശാപമോക്ഷം കിട്ടി വേഗം തിരിച്ചു വരും ഉർവശി എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് ഇന്ദ്രൻ. കാരണം എന്തുകൊണ്ട്? ഉർവശീരഹിതം മഹ്യം ആസ്ഥാനം ന അതിശോഭതേ. ഉർവശീരഹിതമായ തന്റെ ആസ്ഥാനം സ്വർഗലോകം ന അതിശോഭതേ, അത് അധികം ശോഭിക്കുന്നില്ല. അതിന്റെ അലങ്കാരം കുറഞ്ഞിരിക്കുന്നു, ആർഭാടം കുറഞ്ഞിരിക്കുന്നു, അതിന്റെ സൗന്ദര്യം കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരു പഴയ പോലെയുള്ള സുഖമില്ല ഇന്ദ്രന് ഉർവശി ഇല്ലാതെ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗന്ധർവാൻ സമചോദയത്, ഗന്ധർവന്മാരെ പ്രചോദിപ്പിച്ചു, പ്രേരിപ്പിച്ചു എന്നർത്ഥം. ഗന്ധർവന്മാരോട് പറഞ്ഞു, എന്ത് ചെയ്യാൻ, എങ്ങനെയെങ്കിലും നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് ആ ഉർവശി എങ്ങോട്ട് തിരിച്ചു വരാനുള്ള ഏർപ്പാട് ചെയ്യൂ. ഉർവശി ഇല്ലാതെ ഇവിടെ നേരം പോകുന്നില്ല, അല്ലെങ്കിൽ വലിയ സന്തോഷമില്ല എന്ന് ദേവേന്ദ്രൻ പോലും കൊതിക്കുന്നു ഉർവശിയുടെ സാമീപ്യം. ഉർവശിയുടെ കഥയൊക്കെ നമ്മൾ എവിടുന്നാ ഉർവശി ഉണ്ടായത്? നമ്മളെ നരനാരായണന്മാരുടെ
സങ്കല്പത്തിൽ നിന്ന്, അവരുടെ തുടയിൽ നിന്ന് നാരായണ ഋഷി ഉണ്ടാക്കി കൊടുത്തതാണ്. അതിനു മുമ്പും പല അപ്സരസുകൾ അവിടെ ഉണ്ടായിരുന്നു ദേവലോകത്ത്. പക്ഷെ അവരുടെയൊക്കെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന സൗന്ദര്യ തിടമ്പായിരുന്നു ഉർവശി എന്നത് നമ്മൾ ചതുർത്ഥ സ്കന്ധത്തിൽ കണ്ടിരുന്നു. അപ്പോ അങ്ങനെയുള്ള ദേവലോകത്തിലെ രത്നമായ ആ ഉർവശിയുടെ അഭാവം ഇന്ദ്രന് സഹിച്ചില്ല എന്ന് പറയണം. അങ്ങനെ ഗന്ധർവന്മാരെ പ്രേരിപ്പിച്ച് അയച്ചു. തൗപേത്യ മഹാരാത്രേ തമസി പ്രത്യുപസ്ഥിതേ ഉർവശ്യാഉരണൗ ജഹ്രുഹു ന്യസ്തൗ രാജനി ജായയാം. തൗപേത്യ മഹാരാത്രേ തമസി പ്രത്യുപസ്ഥിതേ ഉർവശ്യാഉരണൗ ജഹ്രുഹു ന്യസ്തൗ രാജനി ജായയാം. ത എന്നുള്ളത് തേ ആണ്. തേ ഉപേത്യ. തേ എന്ന് പറഞ്ഞാൽ ഗന്ധർവാഹ. ആ ഗന്ധർവന്മാർ ഉപേത്യ വന്നു. എവിടേക്ക് വന്നു? പുരൂരവസിന്റെയും ഉർവശിയുടെയും അടുത്തേക്ക് വന്നു. എപ്പോഴാ വന്ന്? മഹാരാത്രേ, നല്ല കൂരിരുട്ടുള്ള ഒരു രാത്രിയില്, അമാവാസി ദിവസമുള്ള ഒരു രാത്രിയില്, തമസി പ്രത്യുപസ്ഥിതേ, അന്ധകാരം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുമ്പോൾ എന്നർത്ഥം. തമസ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന രാത്രിയില്, മഹാരാത്രിയില് ആ ഗന്ധർവന്മാർ വന്നു. എന്നിട്ടോ ഉർവശ്യാഹ ഉരണൗ ജഹ്രുഹു, ആ ഉർവശിയുടെ 2 ഉരണങ്ങളെ ജഹ്രുഹു ഈ ഗന്ധർവന്മാർ ഹരിച്ചു, അപഹരിച്ചു. എന്താ ഉരണങ്ങള്? ആട്ടിൻകുട്ടികൾ, മുട്ടനാട്ടിൻകുട്ടികൾ, അവയെ അപഹരിച്ചു. ഏത് ഉരണങ്ങളാണത്? ന്യസ്തൗ രാജനി ജായയാ. ജായ ഭാര്യ. അപ്പൊ ഭാര്യയായ ഉർവശിയാൽ രാജനി ന്യസ്തൗ ഉരണവും, രാജാവിൽ നിക്ഷേപിച്ചിരുന്ന, രാജാവിനെ രക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നതായിട്ടുള്ള ആ 2 ഉരണങ്ങളെ ഈ ഗന്ധർവന്മാര് രാത്രിയിൽ വന്ന് അപഹരിച്ചു. എന്നിട്ടോ നിശമ്യാക്രന്ദിതം ദേവീ പുത്രയോർ നിയമാനയോ ഹതാസ്മ്യഹം കുനാഥേന നപുംസാ വീരമാനിനാം. നിശമ്യാക്രന്ദിതം ദേവീ പുത്രയോർ നിയമാനയോ ഹതാസ്മ്യഹം കുനാഥേന നപുംസാ വീരമാനിനാം. നിശമ്യ ആക്രന്ദിതം ദേവി, ആരുടെ? പുത്രയോഹോ നീയമാനയോഹോ. അപ്പൊ നീയമാനയോഹോ പുത്രയോഹോ ആക്രന്ദിതം നിശമ്യ. നിയമാനം എന്ന് പറഞ്ഞാൽ നയിക്കപ്പെടുന്നത്, കട്ടുകൊണ്ടുപോകപ്പെടുന്നത്, അപഹരിച്ചു കൊണ്ടുപോകപ്പെടുന്ന ആ പുത്രയോഹോ 2 ആട്ടിൻകുട്ടികളുടെ ആക്രന്ദിതം നിശമ്യ, നിലവിളി കരച്ചിൽ കേട്ടിട്ട് ആ ദേവി, ഉർവശി ദേവി മാറത്തടിച്ച് കരയാണ്. ഹതാസ്മ്യഹം കുനാദേന നപുംസാ വീരമാനിന. ഈ പുരൂരവസനെ ചീത്ത വിളിച്ചുകൊണ്ടാണ് അവൾ കരയുന്നത്. ഹതാസ്മ്യഹം, അഹം ഹതാസ്മി, ഞാൻ നശിക്കപ്പെട്ടവളായി, ഞാൻ നശിച്ചു. ആരാൽ? കുനാദേന, എന്റെ നാഥൻ നല്ല നാഥനല്ല, കുനാഥനാണ്. എന്റെ ഏൽപ്പിച്ച 2 ആട്ടിൻകുട്ടികളെ സംരക്ഷിക്കാനുള്ള ശക്തി പോലും ഇല്ലാത്തതായിട്ടുള്ള ഈ കുൽസിതനായ നാഥനാൽ, അതും നപുംസ, നപുംസകം പോലെയുള്ളവൻ, പുമാനല്ലവൻ. ന പുമാനിതി നപുംസഹ, നപുംസകം തന്നെ. അവൻ ആണും പെണ്ണും കെട്ടവൻ, ആണ് എന്ന് പറയാനൊക്കില്ല ഇതിനെ. അപ്പൊ കുനാദേന നപുംസ വീരമാനിന, നല്ലോ. അപ്പൊ അഭിമാനിക്കുന്നതിന് കുറവൊന്നുമില്ല, നല്ല പൊങ്ങച്ചക്കാരനാണ്, ഞാൻ വലിയ വീരനാണെന്നൊക്കെ നടിച്ചു നടക്കാനൊക്കെ മിടുക്കനാണ്, അല്ലേ? എല്ലാ ഭാര്യമാരും എല്ലാരും അടച്ചു പറയില്ല. ഞാൻ ഭൂരിപക്ഷം ഭാര്യമാരും വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭർത്താക്കന്മാരെ ഈ രീതിയിലൊക്കെ പറയാൻ തുടങ്ങും. കാരണം ഭർത്താക്കന്മാർ അവരുടെ ചൊൽപ്പടിയിലായി, അവരുടെ നിയന്ത്രണത്തിലായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ധാരാളമായിട്ട് കേൾക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അധികം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ വളരെ മുതിർന്ന പുരുഷന്മാര് 10ഉം 12ഉം വയസ്സ് വ്യത്യാസത്തില് എന്താ പറയുക വിവാഹങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഒപ്പത്തിനൊപ്പം പ്രായമാണെങ്കിൽ ഉറപ്പാണ്. ഇപ്പൊ നമ്മൾ ധാരാളമായിട്ട്
കാണുന്നത് അതാണ് അല്ലേ. എവിടെ നോക്കിയാലും കാണാം. എടോ പോടോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും കൂടും തമ്മിലടി ഇഷ്ടം പോലെ കാണാം. പണ്ട് അതുണ്ടായിരുന്നില്ല. അതിന് കാരണം ഈ ഒരു പ്രായ വ്യത്യാസത്തിൽ അറേഞ്ച്ഡ് മാരേജ് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ ഇനിയിപ്പോ അഥവാ ഇത്തിരി അധികാരമൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഇത്രയൊന്നും കടുപ്പിച്ചൊന്നും പറയാനുള്ള ധൈര്യം ഉണ്ടാവുമായിരുന്നില്ല. പതി ദേവോ ഭവ എന്നുള്ള ഒരു സംസ്കാരം അവരെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് കലഹങ്ങൾ ഇതുപോലെ അത്രയങ്ങള് ഉണ്ടായിട്ടില്ല. പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എടുത്താൽ മതി, അല്ലെങ്കിൽ തമാശയായിട്ട് വിട്ടോളൂ. ഞാൻ ചുറ്റിനും കാണുന്ന കാര്യം പറഞ്ഞതാണ്. ഇപ്പൊ പിന്നെ സ്ത്രീകൾക്ക് വയസ്സ് കൂടുതലും പുരുഷന്മാര് കുറഞ്ഞവരുമായിട്ടാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. അപ്പൊ പിന്നെ ചീത്ത വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പുതിയ ട്രെൻഡില് സ്ത്രീകൾക്ക് പ്രായം കൂടുതൽ, പുരുഷന്മാർക്ക് കുറവാണെങ്കിൽ പിന്നെ എടാ മോനെ എന്നൊക്കെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. 4-5 വയസ്സ് മൂത്ത ചേച്ചിമാരുടെ പ്രായമല്ലേ. അപ്പൊ പിന്നെ പുരുഷന്മാര് പിന്നെ വിധേയത്വം കാണിക്കുകയും ചെയ്യും, സഹിക്കും. എന്താ കാരണം? മുതിർന്നവരാണ്. അപ്പൊ എന്തായാലും രസകരമായ ഒരു കഥ നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സാമൂഹ്യ സ്ഥിതിയെല്ലാം കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള രസകരമായിട്ടൊരു കഥയായിട്ട് എടുത്താൽ മതി. അപ്പോ നിശമ്യാക്രന്തിതം ദേവി പുത്രയോർ നിയമാനയോ ഹതാസ്മ്യഹം കുനാദേന നപുംസാ വീരമാനിനാം യദ്വിസ്രംബാദഹം നഷ്ടാ ഹൃതാപത്യാ ച ദസ്യുഭിഃ യശേതേ നിശി സന്ത്രസ്തോ യദാ നാരീ ദിവാ പുമാൻ യദ്വിസ്രംബാദഹം നഷ്ടാ ഹൃതാപത്യാ ച ദസ്യുഭിഃ യശേതേ നിശി സന്ത്രസ്തോ യഥാ നാരീ ദിവാ പുമാൻ. ചീത്തവിളി തുടരുകയാണ്. യദ്വിസ്രംബാദ് അഹം നഷ്ട, ഏതൊരുവനെ വിശ്വസിച്ചിട്ട് ഞാൻ നശിച്ചു. ഈ കൊള്ളരുതാത്തവനെയാണല്ലോ ഞാൻ വിശ്വസിച്ചത്, എന്റെ നാശത്തിന് കാരണമായി. ദസ്യുഭി ഹൃദാപത്യ, കള്ളന്മാര് വന്ന് എന്റെ മക്കളെ കൊണ്ടുപോയി. അപത്യങ്ങൾ ഹൃതമായി. അപത്യം ആട്ടിൻകുട്ടികളെയാണ് പുത്രന്മാരെ പോലെ ലാളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപത്യങ്ങൾ, എന്റെ കുട്ടികൾ പോയി, എന്റെ കുട്ടികളെ കട്ടോണ്ടുപോയി കള്ളന്മാര്. എന്നിട്ടും യഹ നിശി നാരീയത സന്ത്രസ്തഃ ശേതേ, കണ്ടില്ലേ, സ്ത്രീകൾ പേടിച്ച് കിടക്കും. ആ സ്ത്രീകൾ കിടക്കുന്നത് പോലെ, അതാണ് നാര്യഹ യഥ നാരീയത സന്ത്രസ്ത, സന്ത്രസ്തഃ ഭയപ്പെട്ടുകൊണ്ട്. രാത്രി ഇരുട്ടത്ത് പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തവൻ ശയിക്കുന്നു. ദിവാ പുമാൻ, ഓ പകലവൻ വലിയ പുരുഷനായിട്ട് ഞെളിഞ്ഞു നടക്കും. രാത്രി നോക്ക്, അല്ലേ, നമ്മുടെ ഭാഷയിൽ പേടി തൂറി ഭീരു. രാത്രിയിൽ പുറത്തിറങ്ങാൻ അല്പം പോലും ധൈര്യമില്ല. ഓ പകല് വലിയ പുരുഷനായിട്ട് ഞെളിഞ്ഞു നടക്കും ആളുകളുടെ മുമ്പിൽ. അതാണ് ദിവാ പുമാൻ. പകല് പുരുഷനാണ്, പക്ഷെ രാത്രിയില് സ്ത്രീയെക്കാളും കഷ്ടം. സ്ത്രീയെ പോലെ ഭീരുവായിട്ട് കിടന്ന് സന്ത്രസ്തനായി വിറച്ചുകൊണ്ട് കിടക്കുന്നു. ഇവനെയൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ നശിച്ചു, എന്റെ മക്കളെ കള്ളന്മാര് കട്ടോണ്ടുപോയി. ഇങ്ങനെയൊക്കെ പുലമ്പുകയാണ് ആ ഉർവശി. ഇതി വാക്സായ കൈർവിദ്ദഃ പ്രതോത്രൈരിവ കുഞ്ചരഃ നിശി നിസ്ത്രിംശമാദായ വിവസ്ത്രോ അഭ്യദ്രവദൃശാ. ഇതി വാക്സായ കൈർവിദ്ദഃ പ്രതോത്രൈരിവ കുഞ്ചരഃ നിശി നിസ്ത്രിംശമാദായ വിവസ്ത്രോ അഭ്യദ്രവദൃശാ. ഇതി വാക്സായകൈഹി വിദ്ദഃ, ഇങ്ങനെ വാക്കുകളാകുന്ന അസ്ത്രങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ടവനായിട്ട്, വേദിക്കപ്പെട്ടവനായിട്ട്. അപ്പൊ നല്ല
പുരുഷന്മാരാണെങ്കിൽ, പൗരുഷമുള്ളവരാണെങ്കിൽ അയാളെ നപുംസകം എന്ന് ആര് വിളിച്ചാലും, പ്രത്യേകിച്ച് ഭാര്യമാര് വിളിച്ചാൽ, സ്ത്രീകൾ വിളിച്ചാൽ ഒരിക്കലും അയാൾക്ക് സഹിക്കുന്നതല്ല. പുരുഷന്മാർ തമ്മിൽ വിളിച്ചാലേ സഹിക്കില്ല. അപ്പൊ പിന്നെ സ്വന്തം ഭാര്യ തന്നെ അങ്ങനെ വിളിച്ചാൽ ഏത് പുരുഷനാണ് സഹിക്കുക? അപ്പൊ വാക്സായകങ്ങൾ തന്നെയാണ്. അങ്ങനെ വിദ്ധനായിട്ട്, മുറിവേറ്റവനായിട്ട്, ഏതുപോലെ പ്രതോത്രൈഹി കുഞ്ചരഹ ഇവ. പ്രതോത്രം എന്ന് പറഞ്ഞാല് ആ തോട്ടികൊണ്ട്, കുഞ്ചരം ആന, ആനയെ തോട്ടികൊണ്ടൊക്കെ കാതിലും മർമ്മങ്ങളിലൊക്കെ ഇട്ട് ഇഴുക്കും പാപ്പാന്മാര്. അപ്പോ ആനയ്ക്ക് പ്രതികരിക്കണം എന്നുണ്ട്, പക്ഷെ വല്ലാത്തൊരു ഭാവമായിരിക്കും. സഹിക്കുന്നില്ല, വേദന സഹിക്കുന്നില്ല, തിരിച്ചടിക്കാനായിട്ട് സാധിക്കുന്നില്ല. തന്നെ ചങ്ങലയ്ക്കും മറ്റുമൊക്കെ ബന്ധിച്ചിട്ടുണ്ട്. താൻ എന്താ പറയുക, ഈ പാപ്പാന്മാരുടെ കയ്യിലെ അടിമയെ പോലെ ആയിരിക്കുന്നു. അപ്പൊ സഹിക്കുന്നില്ല. അതിന്റെ ശക്തി കൊണ്ട് അതിനെ സഹിക്കാൻ, എന്താ പറയുക, അതിന് തിരിച്ചടിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അത് സഹിക്കുകയാണ്, കടിച്ചു പൊട്ടിക്കുകയാണ്. അപ്പൊ അതുപോലെ പ്രതോത്രൈഹി കുഞ്ചരഹ ഇവ, തോട്ടികൊണ്ട് ആനയെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, ആനയെ പീഡിപ്പിക്കുമ്പോൾ ആന എങ്ങനെ കിടന്ന് പുളയുമോ അതുപോലെ നമ്മുടെ പുരൂരവസ് എന്ന പൗരുഷമേറെയുള്ള പുരുഷനായ അദ്ദേഹം തന്റെ ഈ ഭാര്യയായ ഉർവശിയുടെ വാക്കുകൾ കൊണ്ട് പെടയുകയാണ്, ഉള്ളു നോവുകയാണ്. എന്നിട്ടോ ഉടനെ തന്നെ ചാടി പുറപ്പെട്ടു. നിശി നിസ്ത്രിംശം ആദായ വിവസ്ത്ര അഭ്യദ്രവത് രുഷാ. നിശി രാത്രിയിൽ തന്നെ ഇരുട്ടത്ത് നിസ്ത്രിംശമാദായ തന്റെ വാള് അടുത്ത് വെച്ചിട്ടുണ്ട്. പുരുഷനായ രാജാവായതുകൊണ്ട് ആയുധം എപ്പോഴും അടുത്ത് അക്സസിബിൾ ആയിരിക്കും. ഉടനെ വാളെടുത്തു. നിസ്ത്രിംശം എന്ന് പറഞ്ഞാൽ വാളെന്ന ആയുധമെടുത്ത് വിവസ്ത്ര, വസ്ത്രം ധരിക്കാനൊക്കെ മറന്നുപോയി. ഇരുട്ടായതുകൊണ്ട് അതൊന്നും സ്വന്തം ശരീരത്തെ ഒന്നും നോക്കിയില്ല. വിവസ്ത്ര അഭ്യദ്രവത് രുഷാ. രുഷാ കോപത്തോടെ, തന്റെ ഭാര്യയോടാണ് ഏറ്റവും കോപം, അതിന് കാരണക്കാരായ കള്ളന്മാരോടും അവരോട് കോപത്തോടുകൂടെ അഭ്യദ്രവത്, എവിടെയാണോ ആട്ടിന്റെ ശബ്ദം കേൾക്കുന്നത് അവിടേക്ക് പാഞ്ഞു എന്നർത്ഥം. ആടുകൾ കരയുന്നിടത്തേക്ക് അതിനെ തെരഞ്ഞുകൊണ്ട് പാഞ്ഞു ഇരുട്ടത്ത്. തേ വിസൃജ്യോരണൗ തത്ര വിദ്യോതന്തസ്മ വിദ്യുതഃ ആദായ മേഷൗ ആയാന്തം നഗ്നം ഐക്ഷതസാപതിം. തേ വിസൃജ്യ ഉരണൗ തത്ര വിദ്യോതന്തസ്മ വിദ്യുതഃ ആദായ മേഷൗ ആയാന്തം നഗ്നമൈക്ഷതസാപതിം. തേ എന്ന് പറഞ്ഞാലോ ആ ഗന്ധർവന്മാരാകുന്ന കള്ളന്മാര് അവരെന്ത് ചെയ്തു? ഉരണൗ തത്ര വിസൃജ്യ, ആ ആട്ടിൻകുട്ടികളെ അവിടെ ഉപേക്ഷിച്ചു. കാരണം അവരുടെ കാര്യം നടന്നു, അവരുദ്ദേശിച്ച കാര്യം ആയിട്ടുണ്ട്. അവരുടെ പ്ലാനിങ് അനുസരിച്ച്, തിരക്കഥയ്ക്കനുസരിച്ച് പരിപാടിയായി. അപ്പൊ അവർ ഉടനെ തന്നെ ആട്ടിൻകുട്ടികളെ ഉപേക്ഷിച്ച് തത്ര വിസൃജ്യ വിദ്യുത വിദ്യോതന്ത, ഗന്ധർവന്മാർക്ക് സിദ്ധിയുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവിടെ മിന്നലിനെ ദ്യോതിപ്പിച്ചു. വിദ്യുത എന്ന് പറഞ്ഞാൽ വിദ്യുത്തുകൾ, മിന്നലുകൾ. വിദ്യോതന്ത പ്രകാശിപ്പിച്ചു. അപ്പൊ അവര് മിന്നൽ ജനിപ്പിച്ചു. ഇന്ദ്രന്റെ ആൾക്കാരും അല്ലേ, ഇന്ദ്രന്റെ സഹായവും കൂടി ഉണ്ടാവും. അങ്ങനെ മിന്നൽ പ്രകാശിപ്പിച്ചതോടുകൂടി സാ മേഷവും ആദായ ആയാന്തം പതിം നഗ്നം ഐക്ഷത. സാ ഉർവശി തന്റെ പതി എങ്ങനെ വരുന്നു? മേഷൗ ആദായ, ആ രണ്ട് ആടുകളെ, മേഷം എന്നാൽ ആട്, ആ രണ്ട് ആടുകളെ ആദായ തിരിച്ചെടുത്തുകൊണ്ട്, വീണ്ടെടുത്തുകൊണ്ട് ആയാന്തം തിരിച്ചു വരുന്ന പതിം ഐക്ഷത, പതിയെ കണ്ടു. എങ്ങനെ കണ്ടു? നഗ്നം ഐക്ഷത, ഉടുതുണിയില്ലാതെ നഗ്നനായി വരുന്ന തന്റെ ഭർത്താവിനെ ആ ഇടിമിന്നലിന്റെ പ്രകാശത്തിൽ കണ്ടു. മിന്നൽ കാണിച്ചു കൊടുത്തു. അപ്പോ എന്താ പറയുക, ദാമ്പത്യത്തിലല്ലാതെ ആടിനെ വീണ്ടെടുത്തു കൊണ്ടുവരുന്ന ഭർത്താവിനെ നഗ്നനായിട്ട് കണ്ടു. പിന്നെ ഐളോപി ശയനേ ജായാം അപശ്യൻ വിമനായിവ തച്ചിത്തോ വിഹ്വലശോചൻ ബഭ്രാമ ഉന്മത്തവൻ മഹീം. ഐളോപി ശയനേ ജായാം അപശ്യൻ വിമനായിവ തച്ചിത്തോ വിഹ്വലശോചൻ ബഭ്രാമ ഉന്മത്തവൻ മഹീം. ഐളഹ അപി ശയനേ ജായാം അപശ്യൻ. അവൻ ഓടി വന്നു ഭാര്യയ്ക്ക് ഈ ആട്ടിൻകുട്ടികളെ കൊടുക്കാനായിട്ട് വന്നത് സമയത്ത് അവൾ അപ്രത്യക്ഷമായി. ഉർവശി മുങ്ങി.
കാരണം അവള് പറഞ്ഞ വാക്കനുസരിച്ച് ഇദ്ദേഹം നഗ്നനായിട്ട് ദൃശ്യനായി. അപ്പോ അവൾക്ക് എന്താ പറയുക, കണ്ടീഷൻ ലംഘിക്കപ്പെട്ടതുകൊണ്ട് അവള് മടങ്ങിപ്പോയി. അതുകൊണ്ട് ഉർവശിയെ കാണാതെ ശയനേ ജായാം അപശ്യൻ, ശയനത്തിൽ കിടക്കുന്നിടത്ത് ജായയെ പ്രിയതമയെ അപശ്യൻ കാണാതെ വിമനായിവ വളരെ വൈമനസ്യത്തോടു കൂടിയവനായി ദുഃഖിതനായി തച്ചിത്ത അവളെ തന്നെ മനസ്സിൽ ധ്യാനിക്കുന്ന വിഹ്വലഹ വല്ലാതെ ദുഃഖം കൊണ്ട് വിഹ്വലനായിട്ട് വാടിയവനായിട്ട് ദീനനായിട്ട് ശോചൻ ദുഃഖിച്ചുകൊണ്ട് ബബ്രാമ ഉന്മത്തവത് മഹി ഒരു ഉന്മത്തനെ പോലെ ഒരു ഭ്രാന്തനെ പോലെ മഹീം ബബ്രാമ ഭൂമിയിൽ മുഴുവൻ കറങ്ങി ഭ്രമിച്ചുകൊണ്ട് തെരഞ്ഞു എന്നർത്ഥം. അപ്പൊ ഉർവശിയെ തെരഞ്ഞുകൊണ്ട് ഇയാള് വല്ലാതെ ദുഃഖിച്ചുകൊണ്ട് പീഡിതനായി വിഹ്വലനായി ദീനനായി വൈമനസ്യത്തോടുകൂടെ ബോധമില്ലാതെ എന്ന് പറയാം. അതാണ് ഉന്മത്തവത്. സ്വബോധമില്ല, അയാൾക്ക് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കാതെയായി എന്നർത്ഥം. ഏതോ ഒരു സ്വപ്ന ലോകത്തില് ഇങ്ങനെ ഭാര്യയെ തെരഞ്ഞു നടക്കുന്ന ഭ്രാന്തനായിട്ട് അലയുകയാണ്. ഉർവശി ഉർവശി നീ എന്തെങ്കിലും വേറെ പേരുണ്ടെങ്കിൽ ആ പേരും വിളിച്ചുകൊണ്ട് എല്ലായിടത്തും പിച്ചും പേയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഉന്മത്തനായി ഭ്രാന്തനായി എന്ന് പറയാം. സ്വതാം വീക്ഷ്യ കുരുക്ഷേത്രേ സരസ്വത്യാം ച തൽസഖീഃ പഞ്ച പ്രഹൃഷ്ടവദനാഃ പ്രാഹ സൂക്തം പുരൂരവഃ. സതാം വീക്ഷ്യ കുരുക്ഷേത്രേ സരസ്വത്യാം ച തൽസഖീഃ പഞ്ച പ്രഹൃഷ്ടവദനാഃ പ്രാഹ സൂക്തം പുരൂരവഃ. സഹ താം വീക്ഷ്യ കുരുക്ഷേത്രേ സരസ്വത്യാം സഹ പുരൂരവഃ താം വീക്ഷ്യ അവളെ കണ്ടു, തെരഞ്ഞ് അവസാനം കണ്ടു. എവിടെ വെച്ചിട്ട്? കുരുക്ഷേത്രേ ഹരിയാനയിലെ കുരുക്ഷേത്ര ഭൂമിയിൽ സരസ്വത്യാം സരസ്വതീ നദിയുടെ തീരത്ത് വെച്ച് കണ്ടുമുട്ടി. കൂടെ ആരൊക്കെയുണ്ട്? തൽ സഖീഹി പഞ്ചാ പ്രഹൃഷ്ടവദനാഹ. തൽ സഖീഹി അവളുടെ കൂട്ടുകാരികളായിട്ട് 5 സഖികളുണ്ട്. വളരെ സന്തോഷമുഖത്തോടു കൂടിയവരായിട്ട് പ്രഹൃഷ്ടവദനകളായിട്ടുള്ള 5 സഖികളോടുകൂടി അവളെ ഉർവശിയെ സരസ്വതീ തീരത്ത് കുരുക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. എന്നിട്ട് പ്രാഹ സൂക്തം പുരൂരവാഹ. ആ പുരൂരവാഹ സൂക്തം പ്രാഹ. പുരൂരവസ് സൂക്തങ്ങളെ പറഞ്ഞു എന്ന് വെച്ചാൽ നല്ല വാക്യങ്ങളെ പറഞ്ഞു. നമ്മുടെ സൂക്തം എന്ന് പറഞ്ഞാൽ പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം അല്ലെങ്കിൽ സ്ത്രീ സൂക്തം എന്ന പോലുള്ള സൂക്തമല്ല ഇവിടുത്തെ സൂക്തം. നല്ല വാക്ക് എന്നർത്ഥം. സുഷ്ടൂക്തം ഇതി സൂക്തം, നന്നായി പറയപ്പെട്ടതൊക്കെ സൂക്തമാണ്. അപ്പോ വളരെ അവളെ അനുനയിപ്പിക്കാനുള്ള വാക്കുകൾ പറഞ്ഞു എന്നർത്ഥം. എന്താണ് പറഞ്ഞത്? അഹോ ജായേ തിഷ്ട തിഷ്ട ഘോരേ ന ത്യക്തുമർഹസി മാം ത്വമദ്യാപ്യ നിർവൃത്യ വചാംസി കൃണവാവഹൈ സുദേഹോയം പതത്യത്ര ദേവി ദൂരം ഹൃതസ്ത്വയാ ഖാദന്ത്യേന മൃഗാ ഗൃദ്രാഹ ത്വൽപ്രസാദസ്യ നാസ്പദം. അഹോ ജായേ തിഷ്ട തിഷ്ട ഘോരേ ന ത്യക്തുമർഹസി മാം ത്വം അദ്യാപി അനിർവൃത്യ വചാംസി കൃണവാവഹൈ. അദ്ദേഹത്തിന്റെ അനുനയ വാക്കുകൾ, സൂക്തങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. അഹോ ജായേ, അഹോ അല്ലയോ ജായേ, എന്റെ പ്രിയതമേ പത്നി, തിഷ്ട തിഷ്ട, നിൽക്കവിടെ നിൽക്കവിടെ, നീ എവിടേക്കാ എന്നെ വിട്ടു പോകുന്നത്? ഗോരേ, നീ വല്ലാത്തവളാണല്ലോ, നീ ഘോരയാണ്, നിന്റെ മനസ്സെന്താ ഇങ്ങനെ ഘോരമായിരിക്കുന്നത്? ന ത്യക്തുമർഹസി മാം, മാം ന ത്യക്തുമർഹസി, എന്നെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. ത്വം അദ്യാപി അനിർവൃത്യ, ത്വം നീ എന്നെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. അദ്യാപി അനിർവൃത്യ, ഇപ്പോഴും എനിക്ക് മതിയായിട്ടില്ല, എനിക്ക് നിർവൃതിയായിട്ടില്ല, നിന്നിൽ നിന്ന് ഞാൻ തൃപ്തനായിട്ടില്ല. അതുകൊണ്ട് എന്നെ നിർവൃതിപ്പെടുത്തുന്നത് വരെ നീ എവിടേക്കാ എന്നെ സന്താപത്തിലായിട്ട്, അല്ലെങ്കിൽ ഗോരേ തെക്തും ന അർഹസീന്നും എടുക്കാം. ഗോരേ എന്നുള്ളത് ഘോരമായ ദുഃഖത്തിലേക്ക് എന്നെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. അപ്പൊ എന്നെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നിർവൃതനാവാത്ത, മതിയാവാത്ത
വിരക്തി വരാത്തവനായിട്ടുള്ള എനിക്ക് വിരക്തി വന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ കരുതുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വിരക്തനല്ല, എനിക്ക് മതിയായിട്ടില്ല നിന്റെ കൂടെ ജീവിച്ച്. അതാണ് അന്നൊരു വൃത്യ. ഇനി വചാംസി കൃണഭാവഹൈ, നിന്റെ വാക്കുകളെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം, ഞാൻ പാലിച്ചു കൊള്ളാം. ഐ വിൽ ഒബേ യു. ഒരു വളരെ ദീനനായിക്കൊണ്ട് അപേക്ഷിക്കുകയാണ്. നിന്റെ വാക്കുകൾ എന്തും ഞാൻ അനുസരിച്ചു കൊള്ളാം, നിന്നെ ഞാൻ ഇനി ഒരിക്കലും വിഷമിപ്പിക്കുകയില്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടുകൊള്ളാം, അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് കേഴുകയാണ് ഈ പുരൂരവസ് ഉർവശിയുടെ മുമ്പിൽ. അദ്ദേഹത്തിന്റെ പൗരുഷമെല്ലാം പോയി. ഇപ്പൊ പൗരുഷമില്ലാതെ വിളിച്ചതുപോലെ തന്നെ നപുംസകത്തെ പോലെയോ സ്ത്രീയെ പോലെയോ ആയിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? ഈ ഒരു സ്ത്രീയോടുള്ളതായിട്ടുള്ള അയാളുടെ അടിമത്തം. അത് അയാൾ തന്നെ പിന്നീട് പറയുന്നതാണ് ഐള ഗീത എന്ന് പറയുന്നത്. അത് നമ്മൾ ഏകാദശ സ്കന്ധത്തിലേ കാണുള്ളൂ. ഇവിടെ ഇതിനോടനുബന്ധിച്ച് കാണില്ല, പിന്നീട് കാണും. ഏകാദശ സ്കന്ധത്തിൽ സ്വയം തന്നെ തന്നെ നിന്ദിക്കുന്ന, ഞാൻ എത്ര നീചനായി എന്റെ കാലം കഴിച്ചു, വെറും മുട്ടനാടുകളെ പോലെ ജീവിച്ചു. മുട്ടനാടുകള് എന്താ പറയാ, മറ്റ് പെണ്ണാടിന്റെ പുറകെ മണത്ത് പോകുന്ന ആ രീതിയിൽ എത്ര കാലം ഞാൻ കളഞ്ഞു എന്ന് പറഞ്ഞ് വൈരാഗ്യം വരുന്ന സമയത്ത് അദ്ദേഹം പാടിയ പാട്ടാണ് ഐള ഗീത. കേൾക്കുന്നവർക്ക് കാമിനീ ജയമുണ്ടാകുന്നതാണ് ഫലം. സ്ത്രീകളോടുള്ള വിധേയത്വം, അടിമത്വം, ആശ്രയത്വം ഇല്ലാതാക്കാൻ വേണ്ടി സ്ത്രീയാൽ അടിമയാക്കപ്പെട്ട ഒരാളുടെ അനുഭവ കഥയാണ് ഐളഗീത. എല്ലാരും കേട്ട് പാഠം പഠിക്കട്ടെ, അവർക്കൊക്കെ വിവേകം ഉണ്ടാകട്ടെ. അല്ലേ? രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, ആണിനും പെണ്ണിനും പരസ്പരം അടിമത്തം വരേണ്ടത് ഇല്ല. ആശ്രയം കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടതില്ല. ഈശ്വരനെയാണ് ശാശ്വതമായിട്ട് ആശ്രയിക്കേണ്ടത്. അതിന്റെ ഇടവഴിക്ക് ആരെയൊക്കെയോ കണ്ടുമുട്ടുന്നു, നമ്മൾ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ജീവിക്കുക എന്ന് മാത്രമേ വേണ്ടൂ. സഹയാത്രികർ, സഹധർമ്മചാരികൾ, ഒന്നിച്ച് ധർമ്മം ചരിക്കുക, അതിന് സഹായിയായിട്ട് കൂട്ടുക, സ്നേഹിക്കാം, ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കാം. പക്ഷേ ആശ്രയിക്കാൻ പാടുള്ളതല്ല, അമിതമായിട്ടുള്ള അടിമത്വം പാടുള്ളതല്ല. അതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് സൂക്ഷിക്കാനായിക്കൊണ്ട് പഠിക്കണം. ഉള്ളിലാണ് ആ ഡിസ്റ്റൻസ് സൂക്ഷിക്കേണ്ടത്. അത് എങ്ങനെയാ സാധിക്കുള്ളൂ? ഈശ്വരനെ മുഴുവനായിട്ട് ആശ്രയിക്കുന്നതിലൂടെ. ഈശ്വരനെയാണ് ആശ്രയിക്കേണ്ടത്. അത് മറക്കാതെയുള്ള ജീവിതം. അതാണ് ഗൃഹസ്ഥാശ്രമം. അപ്പോ ഞാൻ നിന്റെ വാക്കുകളൊക്കെ അനുസരിക്കാം. ഇനി പറയണു, സുദേഹോയം പദത്യത്ര ദേവി ദൂരം ഹൃതസ്ത്വയാ. ദേവി ത്വയാ ദൂരം ഹൃതഃ, നിന്നാൽ ഏറ്റവും ദൂരെ ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെയുള്ള അയം സുദേഹ, എന്റെ ഈ സുന്ദരമായ ശരീരം, തന്റെ ശരീരത്തെ തന്നെ സുന്ദരമായ ശരീരം എന്ന് കെഞ്ചുകയാണ്. എന്റെ ഈ സുന്ദരമായ ശരീരം അത്ര പതതി, നീ ഉപേക്ഷിച്ചാൽ, നിന്നിൽ നിന്ന് വിരഹമുണ്ടായാൽ പ്രാണൻ വെടിഞ്ഞതുപോലെയാണ് എനിക്ക്, അല്ലെങ്കിൽ ഹൃദയം നഷ്ടപ്പെട്ടതുപോലെയാണ്. ഈ ശരീരം ഇവിടെ പതിക്കും. അതാണ് പതതി, അത്ര പതതി അയം സുദേഹ ത്വയാ ദൂരം ഹൃദ. നിന്നാൽ ദൂരം ത്യജിക്കപ്പെട്ടാൽ ഇതിന് നിൽക്കാൻ കഴിയില്ല, നിന്നെ ഇതിൽ പ്രാണനായിട്ട് കൊണ്ടു നടക്കുന്നു. ഖാദന്തി ഏനം മൃഗാ ഗൃദ്രാഹ ത്വൽപ്രസാദസ്യ ന ആസ്പദം. ത്വൽപ്രസാദസ്യ ന ആസ്പദം ചെയ്ത്, നിന്റെ പ്രസാദത്തിന് ഇത് ആസ്പദമായില്ല എങ്കിൽ, നീ ഇതിന്റെ നേരെ പ്രസാദിച്ചില്ല എങ്കിൽ, ഏനം ഖാദന്തി മൃഗാഹ ഗൃദ്രാഹ, ഏനം ഈ ശരീരത്തെ മൃഗങ്ങളും ഗൃദ്രങ്ങളും ഭക്ഷിക്കും. മൃഗങ്ങളെന്നാൽ ചെന്നായ്ക്കൾ, ഗൃദ്രങ്ങളെന്നാൽ കഴുകന്മാർ. അപ്പൊ ശവന്തീനികളായിട്ടുള്ള കഴുകന്മാരും ചെന്നായ്ക്കളും ഈ ദേഹത്തെ കടിച്ചു വലിക്കും, തുണ്ടം തുണ്ടമായി ഭക്ഷിക്കും, നീ പ്രസാദിച്ചില്ല എങ്കിൽ.
നീ എന്നിൽ പ്രസാദിക്കാതെ എന്നെ ഉപേക്ഷിച്ച് പോയാൽ ഇതിവിടെ വീഴും, ഇത് മൃതശരീരമാകും, ഇതിനെ കണ്ണിക്കണ്ട ജന്തുക്കള്, ചെന്നായ്ക്കളും കഴുകന്മാര് കടിച്ച് കീറും. സുദേഹോയം പതത്യത്ര ദേവി ദൂരം ഹൃതസ്ത്വയാഘാതന്ത്യേന മൃഗാഗ്രദ്രാഹ ത്വൽപ്രസാദസ്യ നാസ്പദം. ഉർവശുവാച മാമൃധാഃ പുരുഷോऽസി ത്വം മാസ്മത്വാദ്യുർമൃഗായിമേ ക്വാപി സഖ്യം ന വൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യദാ. ഉർവശുവാച മാമൃധാ പുരുഷോऽസി ത്വം മാസ്മത്വാദ്യുർമൃഗായിമേ ക്വാപി സഖ്യം ന വൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യദാ. ഉർവശി ഉവാച, ഉർവശി പറയണ മറുപടി, മാ മൃഗാഹ, അയ്യേ നീ എന്തിനാ മരിക്കണ, നീ മരിക്കരുത്. ത്വം മാ മൃഗാഹ പുരുഷോസി ത്വം, ത്വം പുരുഷഃ അസി, നീ പുരുഷനല്ലേ, പൗരുഷം കാണിക്കൂ. ഇങ്ങനെ ദൈന്യം കാണിക്കണത്, എന്നെ പോലെ ഒരാൾ പോയാൽ എന്നെ പോലെ 100 ആളുകളെ കിട്ടും. അല്ലെങ്കിൽ എന്നെ അപേക്ഷിക്കാതെ, എന്നെ പോലെയുള്ളവരെ അപേക്ഷിക്കാതെ അങ്ങയുടെ സ്വന്തം പൗരുഷത്തോടുകൂടി സ്വന്തം കാലിൽ നിൽക്കൂ. അല്ലേ, അങ്ങയുടെ ഉള്ളിൽ ആ പുരുഷനില്ലേ, ഈശ്വരൻ എന്ന പുരുഷൻ. ആ ഈശ്വരൻ എന്ന പുരുഷനെ മുറുക്കെ പിടിച്ച് സ്വന്തം കാലിൽ നിൽക്കൂ. പോനാൽ പോകട്ടും, പോടാ എന്ന് പറയാൻ പഠിക്കൂ. പുരുഷോസിത്വം. നല്ല ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. നീ പുരുഷനല്ലേ, എന്തിനാ വെറുതെ മരിക്കുന്നത്? മാസ്മ ത്വാ അദ്യുർമൃഗായിമേ, ത്വാ ഇമേ മൃഗാഹ മാ ത്വാ അദ്യുഹു, ത്വാ മാ അദ്യുഹു, നിന്നെ ഭക്ഷിക്കുകയില്ല. അദ്യുഹു എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നു, ഭക്ഷിക്കും. ത്വാ അദ്യുഹു, നിന്നെ ഭക്ഷിക്കും. മാ എന്നുള്ളത് ഇല്ല എന്ന് പറയണം. നിന്നെ ഈ മൃഗങ്ങളൊന്നും ഭക്ഷിക്കില്ല. നീ പൗരുഷം കാണിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ നിന്റെ അടുത്തേക്ക് വരുമോ? നിന്റെ ഉള്ളിലുള്ള ഈശ്വരനെ സ്മരിച്ചാൽ നിനക്ക് പൗരുഷം വരും, ആത്മബലം കാണിക്കൂ. നീ പുരുഷനാണ്, നിന്റെ ഉള്ളിൽ ഒരു പുരുഷനുണ്ട്. ഏതാ പുരുഷൻ? ഈ പുരിയിൽ ശയിക്കുന്ന ആ പുരുഷൻ. ആ പുരുഷനെ ആശ്രയിക്കൂ. അപ്പൊ നിന്റെ അടുത്തേക്ക് ഈ മൃഗങ്ങളൊന്നും വരാൻ ധൈര്യം കാണിക്കില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് മൊത്തത്തില് സ്ത്രീകളെ അടച്ച് ഉർവശി ചില കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളാരും കേട്ടിട്ട് എന്നോട് ദേഷ്യപ്പെടേണ്ട, ഉർവശിയുടെ വാക്കുകളാണ്. ക്വാപി സഖ്യം ന വൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യഥാ. ക്വാപി, ഒരിക്കലും ഒരിടത്തും, കുത്രാപി സ്ത്രീണാം സഖ്യം ന വൈ, സ്ത്രീകളുമായിട്ട് സഖ്യം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പ്രസിദ്ധമല്ലേ? വൈ എന്നുള്ളത് പ്രശസ്തമായിട്ടുള്ള കാര്യമല്ലേ? താസാം ഹൃദയം മൃഗാണാം യഥാ, അവരുടെ ഹൃദയമുണ്ടല്ലോ, സ്ത്രീകളുടെ ഹൃദയം ചെന്നായ്ക്കളുടെ ഹൃദയം പോലെയാണ്, അത്ര ക്രൗര്യമേറിയതാണ്. അതുകൊണ്ട് സ്ത്രീകളെ വിശ്വസിക്കരുത്, സ്ത്രീകളുമായിട്ട് സഖ്യമുണ്ടാവരുത്. ആരാ പറയണത്? ഉർവശിയുടെ വാക്കുകളാണ്, ഞാൻ പറഞ്ഞതല്ല. സ്ത്രിയോ ഹി അകരുണാ ക്രൂരാ ദുർമർഷാ പ്രിയ സാഹസാഹ ഗ്രന്ഥ്യൽപാർത്തേ വിശ്രബ്ദം പതിം ഭ്രാതരമത്യുത. പണ്ട് നമ്മുടെ മോഹിനി ദേവിയും പറഞ്ഞിട്ടുണ്ട് കുറെയൊക്കെ കാര്യങ്ങൾ, അല്ലെ? അതിലും കടത്തിയിട്ടാണ് ഉർവശി ഇവിടെ പറയുന്നത്. സ്ത്രിയോ ഹ്യകരുണാ ക്രൂരാ ദുർമർഷാ പ്രിയ സാഹസാഹ ഗ്നന്ത്യൽപാർത്തേ വിശ്രബ്ദം പതിം ഭ്രാതരമത്യുത. സ്ത്രിയോ ഹി അകരുണാഹ, സ്ത്രീകള് കരുണയില്ലാത്തവരാണ്, കഠിന ഹൃദയരാണ്. ക്രൂരാഹ, ക്രൂര സ്വഭാവമുള്ളവരാണ്. ദുർമർഷാഹ, ക്ഷമയില്ലാത്തവരാണ്. അവരെ സഹിക്കാൻ ആർക്കുമാവില്ല എന്നർത്ഥം. അടക്കാൻ പ്രയാസമേറിയവർ എന്നർത്ഥമാണ് ദുർമർഷാഹ. പ്രിയ സാഹസാഹ, അവരുടെ പ്രിയത്തിന് വേണ്ടി എന്ത് സാഹസവും കാണിക്കുന്നവരാണ്. അവർ വിചാരിച്ച കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാണ്, സാഹസം പ്രകടിപ്പിക്കുന്നവരാണ്. പ്രിയ സാഹസാഹ ഗ്നന്തി അൽപാർത്തേബി വിശ്രബ്ദം പതിം ഭ്രാതരമപിയുത. അൽപാർത്തേബി, ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും അവര് വിശ്രബ്ദം പതിം ഗ്നന്തി. വിശ്രബ്ദം പതിം, ഇവളെ വിശ്വസിച്ചിരിക്കുന്ന ഭർത്താവിനെ ഹനിക്കും, കൊന്നുകളയും വേണമെങ്കിൽ.
സ്വന്തം നിസ്സാര കാര്യങ്ങൾ സാധിക്കാൻ വിശ്വസ്തനായ ഭർത്താവിനെ പോലും അവൾ കൊന്നുകളയും. ഭ്രാതരമപി, സഹോദരനാണെങ്കിലും അവളുടെ കാര്യസാധ്യത്തിന് വേണ്ടി വന്നാൽ അവൾ കൊന്നുകളയും. ഗ്നന്തി അല്പാർത്ഥേ ഗ്നന്തി. ഇത്ര സാഹസമുള്ളവരും ക്രൂരഹൃദയരുമാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകളെ വല്ലാതെ ഒന്നും ആശ്രയിക്കരുത്, വിശ്വസിക്കരുത് എന്ന് ഉർവശിയുടെ വചനങ്ങളാണ്. വിദായാളീക വിശ്രംഭം അജ്ഞേഷു ത്യക്ത സൗഹൃദാഃ നവം നവമഭീപ്സന്ധ്യഃ പുംശ്ചല്യഃ സ്വൈരവൃത്തയഃ. വിധായാളീക വിശ്രംഭം അജ്ഞേഷു ത്യക്ത സൗഹൃദാഃ നവം നവമഭീപ്സന്ധ്യഃ പുംശ്ചല്യഃ സ്വൈരവൃത്തയഃ. വിദായ അളീക വിശ്രംഭം അജ്ഞേഷു. അജ്ഞേഷു ചിന്തിക്കാത്തവർ, അജ്ഞന്മാരായിട്ടുള്ളവർ, അല്പം വിവേകം കുറഞ്ഞ മൂഢന്മാരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരിൽ അളീക വിശ്രംഭം വിദായ. അളീകം വ്യർത്ഥം, വ്യാജം, വ്യാജമായിട്ടുള്ള വിശ്വാസത്തെ വിധായ ഉണ്ടാക്കിയിട്ട്. അപ്പൊ എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നതിലൊക്കെ വളരെ മിടുമിടുക്കികളാണ് ഈ സ്ത്രീകള്. അങ്ങനെ പലരെയും വിശ്വസിപ്പിച്ചിട്ട് തെക്ത സൗഹൃദാഹ, പിന്നീട് കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ സൗഹൃദം ഉപേക്ഷിച്ച്, ബന്ധമെല്ലാം ഉപേക്ഷിച്ച് നവം നവം അഭിപ്സന്ധ്യ, പുതിയ പുതിയ കാമുകന്മാരെ ആഗ്രഹിക്കുന്നവരാണ്. പുംശ്ചല്യ സ്വൈരവൃത്തയ, പുംശ്ചലികളാണ്. പുരുഷന്മാർ തോറും ചലിച്ചുകൊണ്ടിരിക്കുന്നവൾ ആണ് പുംശ്ചലി, വ്യഭിചരിക്കുന്നവൾ എന്നർത്ഥം. സ്വൈരവൃത്തയ തോന്നിയവാസം കാണിക്കുന്നവർ. സ്വന്തം തോന്നിയവാസം കാണിക്കാനായിക്കൊണ്ട് വിശ്വസിച്ച ഭർത്താക്കന്മാരെ, കാമുകന്മാരെ ഒക്കെ തേച്ചിട്ട് പോകും. ഇന്നത്തെ ഭാഷയിൽ, കുട്ടികളുടെ ഭാഷയിൽ തേച്ചിട്ട് പോകുന്നതിന് ഒരു മടിയും ഇല്ല എന്ന്. ഇതൊന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായിട്ടുള്ള അനാദിയായിട്ടുള്ള സ്ത്രീ സ്വഭാവമാണെന്ന് പറയുന്നു. ഇതേ സ്വഭാവമുള്ള പുരുഷന്മാരും ധാരാളം ഉണ്ട്, രണ്ടു കൂട്ടരിലും ഉണ്ട്. ഇവിടെ ഇപ്പോ ഉർവശി പറയുന്നത് കൊണ്ടും ഇവിടെ വൈരാഗ്യം ജനിപ്പിക്കാനാണ് പറയുന്നത്. നമ്മുടെ പുരൂരവസ്സിനെ അദ്ദേഹത്തിന്റെ ഈ ഒരു അവശതയിൽ നിന്ന് കരകയറ്റാൻ, അദ്ദേഹത്തിന് വൈരാഗ്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നിന്ദിച്ച് പറയുന്നത്. ഇദ്ദേഹത്തെയും നിന്ദിച്ചു, സ്ത്രീകളെയും നിന്ദിച്ചുകൊണ്ട് പറയുന്നത്, ഇങ്ങനെ ഈ അനിത്യവും അസുഖവുമായ ഈ ലോകത്തിന് വേണ്ടി മരിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ഒരു എക്സാജറേറ്റഡ് വേർഷനാണിത്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം, അതിൽ വിശ്വസിക്കാൻ കൊള്ളുന്നതായിട്ടൊന്നുമില്ല, മിഥ്യയാണ്, മായയാണ്. ഈ മായയെ തന്നെയാണ് സ്ത്രീയായിട്ട് പറയുന്നത്. അപ്പോ ഈ മായയിൽ എന്തിനെയാണ് വിശ്വസിക്കാൻ കൊള്ളുക? ഇന്ന് കണ്ടത് നാളെ കാണുന്നുണ്ടോ? എല്ലാം മാറി മറിയുന്നതാണ്. ആ മായയുടെ പ്രത്യക്ഷ രൂപമാണ് സ്ത്രീ എന്ന് സാഹിത്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. മായയുടെ പ്രകടമായ മാനിഫെസ്റ്റേഷനാണ് സ്ത്രീകൾ. ഏറ്റവും കൂടുതൽ മായയുടെ എക്സാജറേറ്റഡ് വേർഷൻ. അപ്പൊ മായയെ വിശ്വസിക്കരുത്, മായയിൽ ഭ്രമിക്കരുത്. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള സന്ദേശം. ആ സന്ദേശമാണ് നമ്മൾ എടുക്കേണ്ടത്. ബാക്കി വാക്കുകളൊക്കെ അവിടെ കിടക്കട്ടെ. നല്ല രസമുണ്ട് കേൾക്കാനും വായിക്കാനും ഒക്കെ, അല്ലേ? പരദൂഷണം. അപ്പോ വിദായാളീക വിശ്രംഭം അജ്ഞേഷു ത്യക്ത സൗഹൃദാഃ നവം നവമഭീപ്സന്ധ്യാ പുംശ്ചല്യഃ സ്വൈരവൃത്തയഃ സംവത്സരാന്തേഹി ഭവാൻ ഏകരാത്രം മയേശ്വര വത്സ്യത്യപത്യാനി ച തേ ഭവിഷ്യന്ത്യപരാണി ഭോഃ. സംവത്സരാന്തേഹി ഭവാൻ ഏകരാത്രം മയേശ്വര വത്സ്യത്യപത്യാനി ച തേ ഭവിഷ്യന്ത്യപരാണി ഭോഃ. മയാ ഈശ്വര എന്ന്
പുരൂരവസനെ സംബോധന ചെയ്യാണ്. അങ്ങ് ഈശ്വരനാണ്, എന്ന് വെച്ചാൽ ശക്തനാണ്. അങ്ങയുടെ ശക്തിയെ അങ്ങ് മറക്കാതിരിക്കുക. നല്ലോണം പൗരുഷമുള്ളവനായി ആത്മവിശ്വാസമുള്ളവനായി ഭവിച്ചാലും ഈശ്വര പ്രഭോ ഭവാൻ സംവത്സരാന്തേ ഏകരാത്രം മയാ വത്സ്യതി. ഭവാൻ അങ്ങ് സംവത്സരാന്തേ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ ഏകരാത്രം ഒരു രാത്രിയില് മയാ വത്സ്യതി എന്നോടുകൂടെ വസിക്കാം. അങ്ങേക്ക് വസിക്കും. അങ്ങ് ഈ വർഷത്തിന്റെ അവസാനം എന്നോടുകൂടി വസിക്കാം. അപരാണി അപത്യാനിച്ച് ഭവിഷ്യന്തി. അങ്ങേക്ക് അപരങ്ങളായ സന്തതികളും ഭവിക്കും. അപ്പൊ ഇപ്പോ ഒരു സന്തതി ഉണ്ട് എന്നുള്ള സൂചനയാണ്, എന്ന് വെച്ചാൽ ഗർഭിണിയാണ് താൻ എന്നൊരു സൂചനയോടുകൂടെ പറയാണ്, ഞാൻ ഇപ്പൊ ഗർഭിണിയാണ്, ഇനിയും അങ്ങേക്ക് സന്തതികൾ ഉണ്ടാകും എന്ന് ഉള്ള ഗൂഢമായിട്ടുള്ള വാക്യങ്ങളാണ് പറയുന്നത്. അപ്പോ വർഷത്തിൽ അവസാനം അങ്ങേക്കിനി എന്റെ കൂടെ രമിക്കാം, അന്ന് നമ്മൾ തമ്മിൽ കാണും, അതിനുശേഷം അങ്ങേക്ക് പിന്നെയും സന്തതികൾ ഉണ്ടാകും. അപ്പൊ ഇപ്പൊ ഒരു സന്തതി അങ്ങേക്ക് ഓൾറെഡി എന്റെ ഗർഭത്തിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അപരാണി അപത്യാനി ഭവിഷ്യന്തി. അപരാണി അപരങ്ങൾ ആയിട്ടുള്ള സന്തതികൾ ഉണ്ടാകും. അപ്പോ ഏകഹ അത്രയേവ അസ്തി, ഒന്ന് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അപര ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. അന്തർവത്നീമുപാലക്ഷ്യ ദേവീം സപ്രയയൗ പുരം പുനസ്തത്ര ഗതോബ്ധാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യ മുദായുക്തഃ സമുവാസതയാ നിശാം. അന്തർവത്നീമുപാലക്ഷ്യ ദേവീം സപ്രയയൗ പുരം പുനസ്തത്ര ഗതോബ്ധാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യ മുദായുക്തഃ സമുവാസതയാ നിശാം. അന്തർവത്നീം ഉപാലക്ഷ്യ ദേവീം, അദ്ദേഹം സഹ ദേവീം അന്തർവത്നീം ഉപാലക്ഷ്യ, ആ ഉർവശി ദേവി അന്തർവത്നിയാണെന്ന് മനസ്സിലാക്കിയിട്ട്, ഉപാലക്ഷ്യ എന്ന് പറഞ്ഞാല് ഉപലക്ഷിച്ചിട്ട് സൂചന കിട്ടിയിട്ട് മനസ്സിലാക്കിയിട്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? സഹ പ്രയയൗ പുരം, പുരം പ്രയയൗ, തന്റെ പുരത്തിലേക്ക് മടങ്ങിപ്പോയി. പുനഃ തത്ര ഗതോ അബ്ദാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യ മുദായുക്തഃ സമുവാസ തയാ നിശാം. പുനഃ തത്ര ഗതഃ, എപ്പോൾ? അബ്ദാന്തേ. അബ്ദാന്തേ എന്നുള്ളത് ലോപിച്ച് അബ്ദാന്ത ഉർവശീം എന്ന് ഉകാരം വന്നതുകൊണ്ട് അബ്ദാന്ത എന്ന് പറഞ്ഞിരിക്കുന്നു. അബ്ദാന്തേ, അബ്ദാന്തേ സംവത്സരാന്തേ. പുനഃ തത്ര ഗതഃ, വീണ്ടും ആ കുരുക്ഷേത്രത്തിലേക്ക് തന്നെ അദ്ദേഹം പോയി, അവളെ കാണാനായിക്കൊണ്ട്. ഉർവശിയും വീരമാതരം, ഇവിടെ വീരമാതരം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു വീരനായ പുത്രനെ പ്രസവിച്ചവൾ. ഇപ്പൊ വീരനായ ഒരു ഉണ്ണിയെ പ്രസവിച്ചവളായ കുട്ടിയുടെ അമ്മയായ ഉർവശിയെ ഉപലഭ്യ, കണ്ടിട്ട്, മുദായുക്ത, സന്തോഷത്തോട് ചേർന്നവനായിട്ട്, തയാ നിശാം സമുവാസ, അവളോടുകൂടെ ആ രാത്രി കഴിച്ചുകൂട്ടി. ഒരു രാത്രിയിൽ വീണ്ടും അവളോടുകൂടെ കഴിച്ചുകൂട്ടി. അവള് ഒരു സന്തതിയെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയിട്ടുണ്ടാവും. അവള് വളരെ സൂചനകളെ ഉള്ളൂ, വ്യക്തമായി പറയുന്നില്ല. എന്തായാലും ഒരു വർഷം കഴിഞ്ഞപ്പോ വീണ്ടും കുരുക്ഷേത്രത്തിൽ വെച്ച് ഉർവശിയെ കണ്ടുമുട്ടുന്നു. ഉർവശി വീരമാതാവായി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും അന്ന് രാത്രി സന്തോഷത്തോടുകൂടി അവരൊന്നിച്ച് രമിച്ചു. അതിനുശേഷം അധൈനം ഉർവശീ പ്രാഹ കൃപണം വിരഹാതുരം ഗന്ധർവാനുപധാവേമാൻ തുഭ്യം ദാസ്യന്തി മാം ഇതി. അധൈനം ഉർവശീ പ്രാഹ കൃപണം വിരഹാതുരം ഗന്ധർവാൻ ഉപദാവേമാൻ തുഭ്യം ദാസ്യന്തി മാമിതി. അത് ഏനം ഉർവശീ പ്രാഹ കൃപണം വിരഹാതുരം. രാവിലെ പുലർന്നപ്പോ ഉർവശിയെ പിരിഞ്ഞു പോകാനുള്ള ദുഃഖം, വിരഹാതുരൻ, വിരഹദുഃഖം കൊണ്ട് ആതുരനായിട്ട്, ഇനിയും പോരാ, ഒരു വർഷം കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് വിരഹാതുരനും കൃപണനും ദീനനുമായിരിക്കുന്ന, വളരെ പരവശനായിരിക്കുന്ന ഏനം പുരൂരവസം ഉർവശി പ്രാഹ, ഉർവശി പ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗന്ധർവാൻ ഉപദാവ ഇമാൻ തുഭ്യം ദാസ്യന്തി മാം ഇതി.
ഇമാൻ ഗന്ധർവാൻ ഉപദാവ, ഈ ഗന്ധർവന്മാരെ സമീപിക്കൂ, സേവിക്കൂ, അവരെ പ്രീതിപ്പെടുത്തൂ, അവരുടെ പുറകിൽ നടക്കൂ എന്ന് താല്പര്യം. ഉപദാവ പുറകെ ഓടൂ എന്നാണ് അക്ഷരാർത്ഥം. എങ്കിലും അവരെ സേവിക്കൂ, അവരെ അനുനയിപ്പിക്കൂ, അവരുടെ അനുമതി നേടൂ. എന്തിനായിക്കൊണ്ട്? തുഭ്യം ദാസ്യന്തി മാം ഇതി. അപ്പൊ അങ്ങനെയായാൽ, അവർ പ്രീതരായാൽ, തുഭ്യം നിനക്കായിക്കൊണ്ട്, മാം ദാസ്യതി അവരെന്നെ നൽകും. ഇത് ഇങ്ങനെ അവൾ പറഞ്ഞു. അപ്പൊ ഈ ഗന്ധർവന്മാരെ സന്തോഷിപ്പിക്കൂ, അവരെന്നെ നൽകും എന്ന് പറഞ്ഞു. തസ്യ സംസ്തുവതസ്തുഷ്ട അഗ്നിസ്ഥാലീം ദദുർനൃപ ഉർവശീം മന്യമാനസ്താം സ്വബുദ്ധ്യത ചരൻവനേ. തസ്യ സംസ്തുവതസ്തുഷ്ട അഗ്നിസ്ഥാലീം ദദുർനൃപ ഉർവശീം മന്യമാനസ്താം സ്വബുദ്ധ്യത ചരൻവനേ. ഹേ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, കേൾക്കൂ. സംസ്തുവതഃ തസ്യ തുഷ്ടാഃ അഗ്നിസ്ഥാലീം ദദുഃ. സംസ്തുവതഃ തസ്യ, സമ്യക്കായി സ്തുതി ചെയ്യുന്ന അവന്. ആരെ സ്തുതിച്ചു? ഗന്ധർവന്മാരെ സ്തുതിച്ചു പുരൂരവസ്. അപ്പൊ അവര് തുഷ്ടാഹ, അവര് സന്തുഷ്ടരായി. സ്തുതി കേട്ടപ്പോ ഗന്ധർവന്മാർ സന്തോഷിച്ചു. എന്നിട്ട് ഒരു അഗ്നിസ്ഥാലീം ദദുഃ. അഗ്നിസ്ഥാലി എന്ന് പറഞ്ഞാല് അഗ്നി ഉത്ഭവിക്കുന്ന ഒരു താലം. സ്ഥാലി എന്ന് പറഞ്ഞാൽ പാത്രം എന്നാണ് അർത്ഥം. പരന്ന പാത്രം. അപ്പൊ ഒരു പരന്ന പാത്രത്തെ നൽകി, ഒരു താലത്തെ നൽകി. താം ഉർവശീം മന്യമാനഃ സഹ വനേചരൻ അബുദ്ധ്യത. പിന്നീട് ഈ താലത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുകയായി ഇദ്ദേഹം. ആര്? പുരൂരവസ്. താം ഈ താലത്തെ, ഈ സ്ഥാലിയെ ഉർവശീം മന്യമാനഃ, ഇതാണ് ഉർവശി എന്ന് ബോധമില്ലാതെ ഒരുതരം ഭ്രാന്ത് പിടിച്ചവനെ പോലെ. അല്ലെ, ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ. അവരുടെ പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടാൽ അവരുടെ വസ്ത്രങ്ങളോ അവർക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ എപ്പോഴും കയ്യിൽ മുറുക്ക പിടിച്ചോണ്ട് നടക്കും. സെന്റിമെന്റ്സ്. പ്രിയപ്പെട്ടവർ ആരും ആവാം. ഭാര്യയാവാം, ഭർത്താവാകാം, മക്കളാവാം, അച്ഛനമ്മമാരാവാം, മുത്തശ്ശനാവാം. അവരുടെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ അവരുമായിട്ടുള്ള താതാത്മ്യത്തോടെ കൊണ്ടു നടക്കുക. ഇതിൽ അവരുണ്ട്, അവരുടെ പ്രാണനുണ്ട്. അവരുപയോഗിച്ചിരുന്ന ഷർട്ട് വാഷ് ചെയ്യാൻ സമ്മതിക്കില്ല. അവരുടെ സ്മെല്ലുണ്ട് അതില്. അവരുടെ വിയർപ്പിന്റെ ഗന്ധം എനിക്ക് എപ്പോഴും അനുഭവിക്കണം എന്ന് പറഞ്ഞ് അതിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക. ഇങ്ങനെയൊക്കെ പലരും ഉണ്ട്, പല പ്രാന്തുണ്ട്. അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഒക്കെ മനുഷ്യ മനസ്സുകളുടെ പലതരത്തിലുള്ള വൈകല്യങ്ങൾ, ലീലകൾ. അപ്പോ അഗ്നിസ്ഥാലിയും താം ഉർവശിയും മന്യമാനഃ. ആ അഗ്നിസ്ഥാലിയെ ഉർവശിയാണെന്ന് കരുതിക്കൊണ്ട് വനേ ചരൻ, വനത്തിൽ സഞ്ചരിച്ചു താതാത്മ്യത്തോടുകൂടി. പിന്നെ അബുദ്ധ്യത, കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ബോധം ഉണ്ടായി എന്നാണ്. ഇത് ഉർവശിയല്ല, അത് വെറും ഒരു താലമാണെന്ന് പിന്നെ ബോധമുണ്ടായി. അപ്പൊ ഇതാണ് ഏതെങ്കിലും വിഷയത്തിൽ അടിമത്വം വരുന്ന ആളുകളുടെ, അഡിക്ഷൻ വരുന്നതായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് സൂചിപ്പിക്കുകയാണ്. എന്നിട്ടോ എന്ത് ചെയ്തു? സ്ഥാലീം ന്യസ്യവനേ ഗത്വാ ഗൃഹാനാധ്യായതോ നിശീ ത്രേതായാം സംപ്രവൃത്തായാം മനസി ത്രയീയവർത്തത. സ്ഥാലീം ന്യസ്യവനേ ഗത്വാ ഗൃഹാൻ ആധ്യായതോ നിശി ത്രേതായാം സംപ്രവൃത്തായാം മനസി ത്രയീ അവർത്തത. അപ്പൊ പിന്നെ ഇത് താലമാണെന്ന് മനസ്സിലായപ്പോ വനേ സ്ഥാലീം ന്യസ്യ, വനത്തിലെ ഈ സ്ഥാലിയെ അങ്ങോട്ട് ഉപേക്ഷിച്ചു, ന്യസിച്ചു. എന്നിട്ട് ഗൃഹാൻ ഗത്വാ നിശി ആധ്യായത, ഗൃഹത്തിലേക്ക് പ്രവേശിച്ച് മടങ്ങി വന്നിട്ട് രാത്രിയിൽ അവളെ തന്നെ ധ്യാനിക്കുകയാണ്. ആധ്യായത തസ്യ ആസമന്താ ധ്യാനം കരോതി, നന്നായി ധ്യാനിക്കുന്ന, എപ്പോഴും അവളെ തന്നെ ധ്യാനിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ ത്രേതായാം സംപ്രവൃത്തായാം ത്രയീ അവർത്തത.
ത്രേതായുഗം സംപ്രവൃത്തായാം ആരംഭിച്ചപ്പോൾ ത്രയീ വേദങ്ങൾ അവർത്തത വർത്തിച്ചു എന്നാണ്. അപ്പോ അതിനു മുമ്പ് കൃതയുഗമായിരുന്നു. കൃതയുഗത്തിൽ വേദം ഗായത്രി രൂപത്തിൽ അല്ലെങ്കിൽ പ്രണവരൂപത്തിൽ മാത്രമായിരുന്നു. പ്രണവം മാത്രം കൊണ്ട് വേദം ഗ്രഹിക്കപ്പെട്ടിരുന്നു. പിന്നീടാണ് ഇത് വേദങ്ങളായി 3 കാണ്ഡങ്ങളുള്ളതായി ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 വേദങ്ങളായി അല്ലെങ്കിൽ അതിന്റെ മന്ത്രങ്ങളൊക്കെ ധാരാളമായിട്ട് വർത്തിക്കുന്നത് ത്രേതായുഗത്തിലാണ്. അത് പുരൂരവസ്സിലൂടെയാണ് എന്നിവിടെ ഒരു സൂചനയാണ്. രാജാവിന്റെ മനസ്സില് അഗ്നിഹോത്രാദി കർമ്മങ്ങളുടെ സമ്പ്രദായത്തെ ബോധിപ്പിക്കുന്ന 3 വേദവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രാദുർഭവിച്ചു. മുമ്പേ ഉള്ളതാണ്, പക്ഷെ കൃതയുഗത്തിൽ അത് പ്രകടമായിരുന്നില്ല. ത്രേതായുഗമായപ്പോൾ അതെല്ലാം പുറത്തേക്ക് വന്നു എന്ന് താല്പര്യം. എന്നാലും നമുക്ക് ആദ്യം കഥ എന്താണെന്ന് നോക്കിയിട്ട് ഇത് വളരെ പരോക്ഷമായിട്ടുള്ള പല തത്വങ്ങളും പറയുന്നതായിട്ടുള്ളൊരു കഥയാണ്. അത് എന്താണെന്ന് പിന്നീട് നമുക്ക് ആലോചിച്ച് കണ്ടെത്താൻ പറ്റുമോ നോക്കാം. സ്ഥാലീസ്ഥാനം ഗതോ അശ്വത്ഥം ശമീഗർഭം വിലക്ഷ്യ സഹ തേന ദ്വേ അരണീകൃത്വാ ഉർവശീലോകകാമ്യയ ഉർവശീം മന്ത്രതോ ധ്യായൻ അധരാരണിമുത്തരാം ആത്മാനമുഭയോർമധ്യേ യത്തത് പ്രജനനം പ്രഭുഃ തസ്യ നിർമന്ധനാജ്ജാതോ ജാതവേദാ വിഭാവസുഃ ത്രയ്യാസ വിദ്യയാ രാജ്ഞാ പുത്രത്വേ കൽപ്പിതസ്ത്രിവൃത്. സ്ഥാലീസ്ഥാനം ഗതോ അശ്വത്ഥം ശമീഗർഭം വിലക്ഷ്യ സഹ തേന ദ്വേ അരണീകൃത്വാ ഉർവശീ ലോകകാമ്യയാ ഉർവശീം മന്ത്രതോ ധ്യായൻ അധരാരണിമുത്തരാം ആത്മാനമുഭയോർമധ്യേ യത്തത് പ്രജനനം പ്രഭുഃ തസ്യ നിർമന്ദനാജ്ജാതോ ജാതവേദാ വിഭാവസുഃ ത്രയ്യാസ വിദ്യയാ രാജ്ഞാ പുത്രത്വേ കൽപ്പിതസ്ത്രിവൃത്. സ്ഥാലീസ്ഥാനം ഗതോ അശ്വത്ഥം ശമീഗർഭം വിലക്ഷ്യ സഹ. സ്ഥാലീസ്ഥാനം എന്ന് പറഞ്ഞാൽ താൻ വനത്തിൽ ഉപേക്ഷിച്ച് പോന്നിരുന്നു ആ താലത്തെ. അപ്പൊ അതിന്റെ സ്ഥാനത്തിലേക്ക് ഗതഹ വീണ്ടും തിരിച്ചു വന്നു. ഗൃഹത്തിൽ ചെന്ന് അവളെ തന്നെ ധ്യാനിച്ചിരുന്നു എന്നും ത്രേതായുഗമായി എന്നും അദ്ദേഹത്തിന്റെ ഉള്ളില് വേദങ്ങൾ പ്രകാശിച്ചു എന്നും ഒക്കെ പറഞ്ഞു. അതിനുശേഷം വീണ്ടും സ്ഥാലീസ്ഥാനത്തിലേക്ക് മടങ്ങി വന്നു. സ്ഥാലീസ്ഥാനം ഗതഃ സഹ ശമീഗർഭം അശ്വത്ഥം വിലക്ഷ്യ. ശമീഗർഭം എന്ന് പറഞ്ഞാല് ശമിയുടെ അന്തർഭാഗം, ഈ പാത്രത്തിന്റെ ഉൾഭാഗം എന്നൊക്കെ അർത്ഥം. ശമീഗർഭം അഗ്നിസ്ഥാലിയുടെ ഉൾഭാഗം. അവിടെ ഒരു അശ്വത്ഥത്തെ ദർശിച്ചിട്ട് ഒരു വടവൃക്ഷത്തെ കണ്ടിട്ട് വിലക്ഷ്യ. അപ്പോ ആ പാത്രത്തിന്റെ സ്ഥാനത്ത് പാത്രത്തിന്റെ കേന്ദ്ര ഭാഗത്തായിട്ട് ഒരു അശ്വത്ഥം നിൽക്കുന്നത് കണ്ടിട്ട് വിലക്ഷ്യ തേന ദ്വേ അരണീകൃത്വ. ആ അശ്വത്ഥത്തെ 2 അരണികളാക്കി ചെയ്തു. അധരാരണി, ഉത്തരാരണി. അതിനെ കഷ്ണങ്ങളാക്കിയിട്ട്, ആലിനെ കഷ്ണങ്ങളാക്കിയിട്ട് ആലിന്റെ കഷ്ണങ്ങൾ കൊണ്ട് താഴെ ഒന്നിനെ സ്ഥാപിച്ചു. അത് അധരാരണി എന്ന് പറയും. അതിന്റെ മുകൾ ഭാഗത്ത് ഉത്തരാരണി എന്ന് പറയുന്ന ഒരു അരണിയെ വെച്ചു. പിന്നെ അതിന്റെ ഇടയില് ഉർവശിയും ഉത്തരാം ആത്മാനം ഉഭയോ മധ്യേ എത്തത് പ്രജനനം മന്ത്രതഃ ധ്യായൻ പ്രഭുഃ. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണിത്? ഉർവശീലോക കാമ്യയ, ഉർവശീലോകത്തെ കാമിച്ചുകൊണ്ട്. ഉർവശീലോകം ഏതാണ്? സ്വർഗം. അപ്പൊ സ്വർഗലോകത്തിൽ പോയി വീണ്ടും ഉർവശിയോടുകൂടെ രമിക്കണം എന്ന് കരുതിയിട്ട്, അപ്പൊ സ്വർഗ കാമനായിട്ട് എന്നർത്ഥമാണ്. സ്വർഗകാമനായിട്ട് ഉർവശീലോക കാമ്യയ മന്ത്രം കൊണ്ട് ഉർവശിയും ധ്യായൻ. എങ്ങനെയായിട്ട് ഉർവശിയെ ധ്യാനിച്ചു? അധരാരണ്യം അല്ല, ഉത്തരാരണ്യം ധ്യായൻ. ഉർവശിയെ ഉത്തരാരണിയായി കരുതി. അങ്ങനെയല്ല, സോറി, അധരാരണ്യം ഉർവശിയും ഉത്തരാം
ആത്മാനം, താഴെയുള്ള അരണിയായിട്ട് ഉർവശിയെയും മുകളിലുള്ളതായിട്ടുള്ള അരണിയായിട്ട് ഉത്തരാമരണിയും ആത്മാനം തന്നെയും കരുതി. എന്നിട്ട് ഉഭയോഹോ മധ്യേ യത്തത് പ്രജനനം, ഇത് രണ്ടിന്റെയും നടുവില് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു മഥനം ചെയ്യാനുള്ള ഒരു കടകോല് പോലെ ഒരു സാധനം ഇടയിൽ പിടിപ്പിച്ചു. മുകളിലും താഴെയും വലിയ അരണികൾ പോലെ സ്ഥാപിച്ചിട്ട് അതിന്റെ നടുവിലുള്ളതായിട്ടുള്ള മഥനം ചെയ്യാനുള്ളതായിട്ടുള്ള മന്ദാനമായിട്ട് പ്രജനനം എന്ന് പറഞ്ഞാൽ സന്തതി, പുത്രൻ. അപ്പൊ പുത്രനായിട്ടും സങ്കല്പിച്ച് മന്ത്രതഃ ധ്യായൻ, മന്ത്രം കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആ പ്രഭുവായ ഇദ്ദേഹം പുരൂരവസ് തസ്യ നിർമന്ദനാത്, അതിനെ നിർമന്ദനം ചെയ്തു, നല്ലതുപോലെ നിശേഷേണ മദനം ചെയ്തു. അങ്ങനെ നല്ലോണം കടഞ്ഞപ്പോൾ ജാതവേദാഹ വിഭാവസു ജാതഃ, ജാതവേദസ് എന്നറിയപ്പെടുന്ന വിഭാവസു അഗ്നി ജാതഃ ജനിച്ചു. ജാതവേദസ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ എന്നാണ്. എല്ലാം അറിയുന്ന അഗ്നി അതിൽ നിന്ന് ഉണ്ടായി എന്നർത്ഥം. ഇനി ധനം ഉണ്ടാക്കുന്നത് ജാതവേദസ് എന്നുള്ളതിന് ധനം നൽകുന്നത്, ഐശ്വര്യം നൽകുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെയുള്ള എല്ലാം അറിയുന്നതും ഐശ്വര്യം നൽകുന്നതുമായിട്ടുള്ള അഗ്നി അതിൽ നിന്ന് ജനിച്ചു. അരണി കടഞ്ഞപ്പോൾ അഗ്നി ഉണ്ടായി. ത്രയ്യ വിദ്യയാ ത്രിവൃത്ത് സഹ രാജ്ഞാ പുത്രത്വേ കൽപ്പിത. ത്രയ്യ വിദ്യയ, ത്രയ്യാകുന്ന വേദമാകുന്ന വിദ്യ കൊണ്ട് ത്രിവൃത് സഹ, 3 വിധമായ ആ അഗ്നിയെ, അഗ്നി 3 വിധമായിട്ട് ഉത്തരാരണി, അധരാരണി, അതിൽ മധ്യത്തിലുള്ളതായിട്ടുള്ള പ്രജനനം എന്നിങ്ങനെയുള്ള സങ്കല്പത്തില് 3 അഗ്നി ജ്വലിച്ചു. ആ അഗ്നിയെ രാജ്ഞാ പുത്രത്വേ കൽപ്പിത, രാജാവിനാൽ പുത്രഭാവത്തിൽ കൽപ്പിക്കപ്പെട്ടു, പുത്രസ്ഥാനത്ത് കൽപ്പിക്കപ്പെട്ടു. അപ്പോ അതിലുണ്ടായ 3 അഗ്നികൾ, അതിനെയാണ് പിന്നീട് വേദങ്ങളിൽ ഗാർഹപത്യാഗ്നി, ദക്ഷിണാഗ്നി, ആഹവനീയാഗ്നി എന്നിങ്ങനെ 3 പേരിൽ പറയുന്നത്. ആഹവനീയാഗ്നി, ഗാർഹപത്യാഗ്നി, ദക്ഷിണാഗ്നി, 3 പേരിൽ അറിയപ്പെടുന്ന 3 അഗ്നികളായിട്ട് തീർന്നു. അത് പുത്രഭാവത്തിൽ പുരൂരവസ് കരുതി എന്നാണ്. തുടർന്ന് തേനായജതയജ്ഞേശം ഭഗവന്തമദോക്ഷജം ഉർവശീലോകമന്വിച്ചൻ സർവദേവമയം ഹരിം. തേനായജതയജ്ഞേശം ഭഗവന്തമദോക്ഷജം ഉർവശീലോകമന്വിച്ചൻ സർവദേവലോകമന്വി, ആഗ്രഹിക്കുന്നവനായിട്ട് ഉർവശീലോകം ഗമിക്കണം, സ്വർഗത്തിലേക്ക് പോകണം എന്നാഗ്രഹിച്ച് തേന യജ്ഞേശം ഭഗവന്തം അദോക്ഷജം സർവദേവമയം ഹരിം അയജത. തേന എന്ന് പറഞ്ഞാൽ ഈ 3 തരത്തിലുള്ള അഗ്നികളെ കൊണ്ട് യജ്ഞേശനായ, യജ്ഞങ്ങളുടെ ഫലദാതാവായവനും ഭഗവന്തം ഭഗവാനും അദോക്ഷജം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനുമായ സർവദേവമയം ഹരിം, സർവദേവതാസ്വരൂപനായ ഹരിയെ വിഷ്ണുവിനെ അയജത യജിച്ചു, ആരാധിച്ചു. അപ്പൊ ഭഗവാൻ വിഷ്ണുവിനെ തന്നെ ആ അഗ്നികളെ കൊണ്ട് ആരാധന ചെയ്തു. ഏകയേവ പുരാ വേദഃ പ്രണവഃ സർവവാങ്മയഃ ദേവോ നാരായണോ നാന്യഃ ഏകോഗ്നിർവർണ്ണ ഏവ ച പുരൂരവസ ഏവാസീത് ത്രയീ ത്രേതാമുഖേ നൃപ അഗ്നിനാ പ്രജയാ രാജ ലോകം ഗാന്ധർവമേയിവാൻ. ഏകയേവ പുരാ വേദഃ പ്രണവഃ സർവവാങ്മയഃ ദേവോ നാരായണോ നാന്യഃ ഏകോഗ്നിർവർണ്ണ ഏവ ച പുരൂരവസ ഏവാസീത് ത്രയീ ത്രേതാമുഖേ നൃപ അഗ്നിനാ പ്രജയാ രാജാ ലോകം ഗാന്ധർവമേയിവാൻ. ഏകയേവ പുരാ വേദഃ പ്രണവഃ സർവവാങ്മയഃ. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം പറയാണ്. പുരാ പണ്ട് കൃതയുഗത്തില് വേദഃ ഏക ഏവ, വേദം ഒന്നായിരുന്നു, പ്രണവഃ പ്രണവമായിരുന്നു, സർവവാങ്മയഃ എല്ലാ വാക്കുകളും അതിൽ അടങ്ങിയിരുന്നു. അപ്പൊ സർവവാങ്മയഃ എല്ലാ വാക്കുകളുടെയും സ്വരൂപമായ പ്രണവമായിരുന്നു. പണ്ട് വേദമായിട്ടുണ്ടായിരുന്നു, ഒറ്റ വേദം, പ്രണവം മാത്രം.
പിന്നീട് അപ്പോ ദേവ നാരായണ ഏക ഏവ, അവിടെയും ഒരൊറ്റ ദേവനെ ഉണ്ടായിരുന്നുള്ളൂ, നാരായണൻ ഏകൻ മാത്രം. ഏകനായ നാരായണനാണ് കൃതയുഗത്തിൽ ആരാധിക്കപ്പെട്ടത്. അന്യഹ, വേറൊരാളുണ്ടായിരുന്നില്ല. അപ്പൊ ത്രേതായുഗത്തിലാണ് ഈ വൈവിധ്യങ്ങളൊക്കെ, ആരാധനാ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായി വന്നത്. അഗ്നിഹി ഏകഃ വർണ്ണഃ ഏകഃ. അഗ്നിഹി ഏകഃ, അന്ന് അഗ്നിയും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ത്രേതായുഗത്തിലാണ് അഗ്നിക്ക് 3 പേര് വന്നു ചേർന്ന്, ആഹവനീയം, ഗാർഹപത്യം, അതുപോലെ എന്താണ് ദക്ഷിണാഗ്നി എന്നിങ്ങനെയുള്ള പേരുകൾ വന്നു ചേർന്നത്. അപ്പോൾ പണ്ട് അഗ്നിയും ഏകം, ലൗകിക അഗ്നി. വർണ്ണഃ ഏകഃ, അന്ന് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ബ്രാഹ്മണരായിരുന്നു. ഏകഃ വർണ്ണഃ, ഒറ്റ വർണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ത്രേതാമുഖേ പുരൂരവസഃ ത്രയീ ആസീത്. ത്രേതായുഗത്തിന്റെ മുഖത്തിൽ എന്നാൽ ആരംഭത്തിൽ, മുമ്പിൽ എന്നർത്ഥം. അപ്പൊ ത്രേതായുഗത്തിന്റെ മുമ്പിലാണ്, ആരംഭത്തിലാണ് പുരൂരവസഃ, പുരൂരവസിൽ നിന്ന് ത്രയീ ആസീത്, ഈ വേദങ്ങൾ 3ആയി പിരിയുന്നത്, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം, ഇങ്ങനെ 3ആയി പിരിയുന്നത് പിന്നീടാണ്. അതുപോലെ അഗ്നിന പ്രജയാ ഗാന്ധർവം ലോകം രാജാ ഏവാൻ. ഈ രാജാവ് പുരൂരവസ് പിന്നെ ഈ അഗ്നിയെ ഉപാസന ചെയ്തിട്ട് അഗ്നിയാകുന്ന പ്രജയാൽ, അഗ്നിയാകുന്ന സന്തതിയാൽ രാജാവ് ഗാന്ധർവം ലോകം ഏവാൻ, ഗന്ധർവന്മാരുടെ ലോകത്തെ അഥവാ സ്വർഗലോകത്തെ പ്രാപിച്ചു, ഉർവശീ ലോകത്തെ പ്രാപിച്ചു എന്നൊക്കെ താല്പര്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പുരൂരവസിന്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഇനി പുരൂരവസിനെ നമ്മൾ കാണുക അയളന്റെ ഗീതയിലാണ്, ഏകാദശ സ്കന്ധത്തിലാണ്. അത് നമുക്ക് അവിടെ വിസ്തരിച്ച് കാണാം. ഇപ്പൊ ഇവിടെ ഈ കഥ അവസാനിക്കുന്നു. എന്തെങ്കിലും നമുക്ക് ആലോചിച്ച് പറ്റുമോ, വല്ലതും പുതിയ ആശയങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ഒഴിവുള്ളപ്പോൾ നോക്കാം. ഇതെല്ലാം പരോക്ഷമായിട്ട് പറയുന്ന കഥകളാണ്, പ്രതീകാത്മകമായി പറയുന്ന നമ്മുടെ പുരഞ്ജനോപാഖ്യാനം പോലെയുള്ള കഥയാണ്. അപ്പൊ അതില് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഭ്രമിച്ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതിന്റെ ഉള്ളിൽ നിന്നും എന്തെങ്കിലും മഥനം ചെയ്തെടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ ഇവിടെ സമർപ്പിക്കാം. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ നവമസ്കന്ധേ ചന്ദ്രവംശ നിരൂപണ പ്രകരണേ ഐളവൃത്ത നിരൂപണം നാമ ചതുർദശോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. നാളെ രാവിലെ തുടരാം. 15ാം അധ്യായത്തിലേക്ക്, പുരൂരവസിന്റെ മക്കളുടെ കഥയിലേക്ക് പ്രവേശിക്കാം. നോക്കാം. വാഗ്ദാനം ചെയ്യുന്നില്ല. ഈ കഥ നമുക്ക് മനനം ചെയ്യുമ്പോൾ എന്തെങ്കിലും ആശയം ക്ലിയറായിട്ട് എന്തെങ്കിലും കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. അവിടെയും ഇവിടെയും കിട്ടിയിട്ട് കാര്യമില്ല. നോക്കട്ടെ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഹരി ഓം. ഹരി ഓം.